സ്തുതിക്കുന്ന യേശുവേ. We praise you, Jesus. Hallelujah, hallelujah. We welcome you, Holy Spirit. കർത്താവേ, ഞങ്ങളുടെ അതിപരിശുദ്ധ സാന്നിധ്യത്തെ കർത്താവ് ഞങ്ങൾ ചോദിക്കുകയാണ് കർത്താവേ. തുടർന്ന് കർത്താവേ, തിരുസന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾ കർത്താവെ പല മേഖലകളിൽ നിന്ന് കർത്താവെ കടന്നു വന്നിരിക്കുകയാണ് കർത്താവെ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നൊരു ദൈവം ഇന്ന് കർത്താവ് ഇന്ന് ഇറങ്ങേണ്ടതിന് തക്കവണ്ണം, ഹല്ലേലൂയ, കർത്താവ് ഞങ്ങളുടെ വലിയ സാന്നിധ്യം ഇന്ന് അനുഭവിക്കേണ്ടതിന് തക്കവണ്ണം കർത്താവെ തിരുകരങ്ങളിലേക്ക് കർത്താവ് അടിയങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ് കർത്താവെ. പൂർണ്ണ ഹൃദയത്തോടെ ആ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാം. ഹല്ലേലൂയ. We glory to Jesus. കർത്താവെ, ഞങ്ങളെ തന്നെ കർത്താവെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ് യേശുവേ. ഹല്ലേലൂയ. നീ കർത്താവ് ഇന്ന് ഞങ്ങളോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ. We glory to Jesus. തിരുകരങ്ങളിലേക്ക് ആ യേശുവിൻ്റെ അമുഖത്തേക്കൊന്ന് നോക്കി. ഹല്ലേലൂയ. കർത്താവെ, ഞാൻ എൻ്റെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും എല്ലാം ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് ഹല്ലേലൂയ പൂർണ്ണ ഹൃദയത്തോടെ ആ യേശുവിൻ്റെ സന്നിധിയിലേക്കൊന്ന് നമുക്ക് കടന്നു ചെല്ലാം. We praise you, Jesus. നന്ദിയുള്ള ഹൃദയത്തോടെ അവൻ ചെയ്ത സകല നന്മകളെയും തക്ക മഹത്വം നൽകേണ്ടതിന് തക്കവണ്ണം കർത്താവെ അടിയങ്ങൾ കടന്നു വന്നിരിക്കുകയാണ് യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ജീവനുള്ള ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആരും മൗനമായി ഇരിക്കാതെ ഹല്ലേലൂയ ആ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തെ ഒന്ന് ഉയർത്തിയാട്ടെ. We glory to Jesus. Hallelujah, hallelujah. ആ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തെ ഒന്ന് ഉയർത്തിയാട്ടെ. We glory, കർത്താവേ സ്തോത്രം. നന്ദിയുള്ള ഹൃദയത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കായിരിക്കുന്ന സ്ഥാനങ്ങളിൽ അല്പനേരം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഹല്ലേലൂയ ആ ജീവനുള്ള ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തെ ഒന്ന് ഉയർത്താം. ഹല്ലേലൂയ. യേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തെ ഉയർത്തുവാൻ ഇന്ന് ദൈവം നമ്മളിവിടെ ആക്കി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. സന്തോഷമുള്ള ദൈവജനം കരങ്ങളെല്ലാം ഒന്ന് അടിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ നാമത്തെ ഒന്ന് ഉയർത്തിയാട്ടെ. We praise you, Jesus. ഇന്ന് നമ്മളിവിടുന്ന് ആരാധിച്ച് കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ എൻ്റെ യേശുവിനെ തക്ക മഹത്വം നൽകിയിട്ടേ ഇവിടുന്ന് പോകാവൂ. ഹല്ലേലൂയ. അവൻ നമ്മുടെ ജീവിതങ്ങളിൽ ചെയ്ത സകല നന്മകളെയും ഒന്ന് ഓർത്തുകൊണ്ട് ആ ദൈവത്തിന് തക്ക മഹത്വം നൽകാതെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ളിലൊരു സന്തോഷം വേണം. കർത്താവേ, അങ്ങയ്ക്ക് വേണ്ടി തക്ക മഹത്വം ഞാൻ നൽകിയിട്ടാണ് കർത്താവ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ ആ യേശുവിൻ്റെ നാമത്തെ നമുക്കൊന്ന് ഉയർത്താം. ഹല്ലേലൂയ. ഇന്ന് പകൽ നാം ഇവിടെ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ എന്നെ വീണ്ടെടുത്തൊരു ദൈവം ഇവിടെ ഉണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ, എന്നെ വിടുവിച്ചൊരു ദൈവം ഇവിടെ ഉണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ, എന്നെ വഴി നടത്തുന്ന ഒരു ദൈവം ഇവിടെ ഉണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ആ യേശുവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കാമോ? അവൻ ചെയ്ത നന്മകളെല്ലാം ഒന്ന് ഓർത്താട്ടെ. ഹല്ലേലൂയ. നടത്തിയ വിധങ്ങളെ ഓർത്താട്ടെ. Yes, Lord. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാ യേശുവേ. സർവ ഹല്ലേലൂയ സർവദാ അതേ കർത്താവേ ഉറവിടമാ യേശുവേ. അങ്ങേ ഞാൻ യെസ് ലോർഡ് സ്തുതിച്ചിടും പൂർണ്ണ ഹൃദയത്തോടെ ദിനവും പരനേ നന്ദിയാ. ഓ അങ്ങേ ഞാൻ സ്തുതിച്ചിടും
Yes, Lord. Amen. എന്നെ മറപിടിച്ചു താതൻ തിരുകരം തേടിയെത്തി തന്റെ നമ്മുടെ മാറോട് ചേർക്കുന്ന ഒരു ദൈവത്തെ. ഹല്ലേലൂയ. താതൻ തിരുകരം തേടിയെത്തി തന്റെ മാറോട് ആ ജീവനുള്ള ദൈവത്തെ. സർവ നന്മകൾക്കും ഹല്ലേലൂയ ഉറവിടമാ എൻ യേശുവേ. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാ എൻ യേശുവേ. ഓ അങ്ങേ ഞാൻ സ്തുതിച്ച് ഹല്ലേലൂയ ദിനവും പരനേ അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ. പരിശുദ്ധാത്മാവാ നിറയ്ക്കാം അനുദിനവും എന്മേൽ പരനേ. പരിശുദ്ധാത്മാവാ നിറയ്ക്കാം. Yes, Lord. അനുദിനവും എന്മേൽ പരനേ. തിരുവേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിയിടുക. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെൻ യേശുവേ. സർവ നന്മകൾക്കും Yes, Lord. സർവദാനങ്ങൾക്കും ഉറവിടമാമെൻ യേശുവേ. ഓ അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ഹല്ലേലൂയ ദിനവും പരനേ നന്ദിയ. ഓ അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയ. ലോക ഇമ്പങ്ങളിൽ ഞാൻ മുങ്ങിച്ചു ലോകമോഹങ്ങളിൽ ഞാൻ മുഴുകി. ലോക ഇമ്പങ്ങളിൽ ഞാൻ ഭ്രമിച്ചു ലോകമോഹങ്ങളിൽ ഞാൻ മുഴുകി. കാണില്ലൊരു നാളും സ്വർഗ്ഗതാതൻ ഹൃത്തിൽ മൂഢമായി ഞാൻ പ്രഭക്ഷയ്ക്ക്. കാണില്ലൊരു നാളും സ്വർഗ്ഗനാഥൻ ഹൃത്തിൽ മൂഢമായി ഞാൻ. യേശു 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 ആരിലും വലിയവൻ. യേശു 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 ആരിലും മതിയായവൻ. യേശു യേശു യേശു
എൻ്റെ യേശു ആരിലും മതിയായവനെന്ന്. ഹല്ലേലൂയ. ഉച്ചത്തിൽ ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മൾ പറയുന്ന ഒരു ഹല്ലേലൂയയും നമ്മൾ പറയുന്ന ഓരോ സ്തുതികളും ഹല്ലേലൂയ ശത്രു നമ്മുടെ മുമ്പിൽ കെട്ടിവെച്ചിരിക്കുന്ന ആ എരിഹോ മതിലുകൾ ഹല്ലേലൂയ തകർക്കുവാൻ തക്കവണ്ണമുള്ളതാണ്. ഹല്ലേലൂയ. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? നമ്മൾ പറയുന്ന ഒരു ഹല്ലേലൂയയും ഓരോ സ്തുതികളും ഹല്ലേലൂയ എൻ്റെ മുമ്പിൽ കെട്ടിവെച്ചിരിക്കുന്ന ദുഷ്ടൻ്റെ സകല കെട്ടുകളെയും അഴിക്കുവാൻ മതിയായ ആ യേശുവിൻ്റെ സാന്നിധ്യം ഇന്ന് നമ്മുടെ മധ്യയുണ്ട്. ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ നേറ്റെടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോർഡ്, വി പ്രൈസ് യു ജീസസ്. ഗ്ലോറി ടു ജീസസ്. ആ ജീവനുള്ള ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തെ ഒന്നിച്ച് ചേർന്ന് നമുക്ക് കരങ്ങളെ എല്ലാം അടിച്ചുകൊണ്ട് ആ നാമത്തെ ഉയർത്താം. ആമേൻ. Yes, Lord. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചതോ ഉള്ളിൽ പോലും നിനച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചതോ ഉള്ളിൽ പോലും നിനച്ചതല്ല. ദയതോ നീ എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം ദയതോ നീ എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി. ഹല്ലേലൂയ, 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 നമ്മുടെ യേശു ജീവിക്കുന്നു. വിശ്വാസത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ നിലവുകൾ ദൈവം പിന്നെ കാൽ വഴുതുവാൻ. ഹല്ലേലൂയ. എന്റെ നിലവുകൾ ദൈവം ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ വിശ്വാസത്തോടെ ഓ ഹല്ലേലൂയ, എന്റെ യേശു ജീവിക്കുന്നു. ഉറ്റോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. ഉറ്റോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. നീ മാത്രമാണ് എന്നെ ഉയർത്തി. ആമേൻ. സന്തോഷത്തോടെ ഹല്ലേലൂയ, നീ മാത്രമാണ് എന്നെ കരുതി. ആമേൻ. അതുകൊണ്ട് ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. യെസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചതോ ഉള്ളിൽ പോലും നിനച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചതോ ഉള്ളിൽ പോലും നിനച്ചതല്ല. ദയതോ നീ എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി. ദയതോ നീ എന്റെ മേൽ
Shagadam de Uraba Shamderebe Uraba Shamdagari Karaba Shamderebe Uraba Shamda. Oh hallelujah hallelujah Abu Shagadam Terebe. Oh hallelujah hallelujah Amuri Suji Uttoru Mudayorum Uttoru Mudayorum Tallikalanju Kuttam Matram Paranju Resichapodum Uttoru Mudayorum Tallikalanju Kuttam Matram Paranju Resichapodum Nee Matramanenne. Amen hallelujah Shagadam de Urava Shakde Shagadagaram de hallelujah 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 Yesu Jivi hallelujah hallelujah Abrahamin Devam Abrahamin Devam Isahakin Devam Yakobin Devam ennum kooreyullada Abrahamin Devam Isahakin Devam Yakobin Devam ennum kooreyullada Zion yatrayadil maname bayamonnum vendiniyu hallelujah Zion yatrayadil maname bayamonnum vendiniyu ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി Yes Lord Abrahamin Devam Isahakin Devam Yakobin Devam ende kooreyullada Abrahamin Devam Isahakin Devam Yakobin Devam ennum kooreyullada Zion yatrayadil maname bayamonnum vendiniyum Zion yatrayadil maname bayamonnum ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല ജീവമന്നാ തന്നവൻ എന്നെ ക്ഷേമമായി ഹല്ലേലൂയ ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല ജീവമന്നാ തന്നവൻ യെസ് ലോർഡ് എന്നെ Abrahamin Devam Abrahamin Devam Isahakin Devam Yakobin Devam ennum kooreyullada Abrahamin Devam Isahakin Devam Yakobin Devam ennum kooreyullada Zion yatrayadil maname bayamonnum vendiniyum Zion yatrayadil maname bayam ലോകത്തിലാശ്രയമോ ലോകത്തിലാശ്രയമേ ഇനി വേണ്ട നിശ്ചയമാ ദൈവത്തിലാശ്രയമേ അത് ഒന്നാണ് എനിക്കഭയം ലോകത്തിലാശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ ദൈവത്തിലാശ്രയമോ Abrahamin Devam Isahakin Devam Yakobin Devam ennum kooreyullada Abrahamin Devam Isahakin Devam Yakobin Devam ennum kooreyullada Zion yatrayadil maname bayamonnum vendiniyum Shagadam terebe Urava Shakta Abrahamin Devam Yes Lord Shagadam terebe Riva Shanta Rava Shanta Urava Shakte Rikara Radagaram terebe Shakte rebe Urava
Shandari Karaba Shanderebe. Hallelujah. Shagadam Derebe Shande. Hallelujah. Hallelujah. അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള ഉറപ്പോടെ കരങ്ങളെല്ലാം അടിച്ചുകൊണ്ട് ഹല്ലേലൂയ യേശുവിന്റെ അതിപരിശുദ്ധ നാമത്തെ ഒന്ന് ഉയർത്തിയാൽ ഹല്ലേലൂയ ഹല്ലേലൂയ. We praise you Jesus. Hallelujah hallelujah. റിഖാരാബാ ശന്തര. തിരുവചനത്തിൽ ഹല്ലേലൂയ ഗിദിയോനെ കുറിച്ച് തിരുവചനത്തിൽ പറയുമ്പോൾ ഹല്ലേലൂയ ഗിദിയോൻ മിദ്യരുടെ നേരെ യുദ്ധത്തിനായി കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ. We praise you Jesus. ഗിദിയോന്റെ ഇടത് കൈയിൽ ഹല്ലേലൂയ പന്തവും വലത് കൈയിൽ കാഹളനാദവും കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ അവിടെ ഒരു ദൈവത്തിൻ്റെ ഒരു ദൂത് അവിടെ പറയാനുള്ളത് ഹല്ലേലൂയ നമ്മുടെ മുമ്പിലേക്ക് കടന്നു പോകുമ്പോഴുള്ള പ്രതിസന്ധികളിൽ ചിലപ്പോഴൊക്കെ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ആ പ്രശ്നങ്ങളെ അവിടെ നിന്ന് വിടുവിക്കുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. നമ്മുടെ കയ്യിലുള്ള ആ ദൈവത്തിന് ഗിദിയോന്റെ കയ്യിലിരുന്നത് കാഹളനാദമാണ്. ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും അവനൊരു യുദ്ധത്തിലേക്ക് കടന്നു പോവുകയാണ്. ഹല്ലേലൂയ. അവനവിടെ എടുത്തിരിക്കുന്നത് ഹല്ലേലൂയ ഒരു കാഹളനാദമാണ്. ഹല്ലേലൂയ. നമ്മുടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ഹല്ലേലൂയ പ്രശ്നങ്ങളായിക്കോട്ടെ, പ്രതികൂലങ്ങളായിക്കോട്ടെ, പ്രതിസന്ധികളായിക്കോട്ടെ, ഒരു സ്തുതി നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഒരു സ്തുതി മതി ഹല്ലേലൂയ ആ ദുഷ്ടന്റെ കെട്ടുകളെ തകർക്കുവാൻ. ഹല്ലേലൂയ. എത്ര പേരും അത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. റബശന്തര. എൻ്റെ ഭാവിക്ക് നേരെ ഹല്ലേലൂയ എൻ്റെ ഭാവിയുടെ നേരെ ദുഷ്ടൻ കെട്ടിവെച്ചിരിക്കുന്ന മതിലുകൾ ഹല്ലേലൂയ എൻ്റെ സമാധാനത്തിനു നേരെ ദുഷ്ടൻ കെട്ടിവെച്ചിരിക്കുന്ന കർത്താവേ പദ്ധതികൾ ഹല്ലേലൂയ എൻ്റെ സന്തോഷത്തിനെതിരായി ഹല്ലേലൂയ ദുഷ്ടൻ കെട്ടിവെച്ചിരിക്കുന്ന പദ്ധതികൾ, എൻ്റെ നന്മയ്ക്കെതിരായി ദുഷ്ടൻ കെട്ടിവെച്ചിരിക്കുന്ന പദ്ധതികൾ ഹല്ലേലൂയ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ തകരട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ഒരു സ്തുതികളായിരിക്കാം, നമ്മളൊരു ഹല്ലേലൂയ ആയിരിക്കാം. ഹല്ലേലൂയ. അത് ഹൃദയത്തിൽ നിന്ന് നമ്മൾ കൊടുക്കുമ്പോൾ ഹല്ലേലൂയ ദുഷ്ടന്റെ സകല കെട്ടുകളും അഴിക്കുവാൻ മതിയായ എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം ഇന്ന് നമ്മുടെ മധ്യയുണ്ട്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ആ ഗാനം നമുക്ക് പാടിയ പാട്ട് നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് പാടി ഉച്ചത്തിൽ നമ്മൾ ആരാധിക്കുമ്പോൾ ശത്രു നമ്മുടെ മുമ്പിൽ കെട്ടിവെച്ചിരിക്കുന്ന സകല എരിഹോ മതിലുകളുടെയും അടിത്തറ ഇന്ന് ഇളകട്ടെ. ഹല്ലേലൂയ. എത്ര പേരും അത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അടിത്തറ ഇളക്കുവാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ആരൊക്കെയുണ്ട്? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്നിച്ചു ചേർന്ന് നമുക്ക് ആ ഗാനം ഒരിക്കൽ കൂടി പാടാം. അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം എൻ്റെ കൂടെ എന്നുള്ള വിശ്വാസത്തിൽ ഹല്ലേലൂയ. ഓ അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം ശകദം യാത്രയത് വനമേ ഭയമൊന്നും വേണ്ടിനിയും യാത്രയത് വനമേ ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. യെസ് ലോർഡ്. ജീവമന്നാ തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ഓ ജീവമന്നാകുന്നവൻ എന്നെ ക്ഷേമമായി. അബ്രഹാമേ, ഓ അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും ശകലം ശക്തി. അന്യഭാഷ വരങ്ങളുള്ളവർ അന്യഭാഷകളിൽ ആ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദുഷ്ടന്റെ സകല കെട്ടുകളെയും ഹല്ലേലൂയ. റാബാശം ഖുറാബാശം ദഗരേബേ രേബേ ശകലം ദേരേബേ റിഖാ റാബാശം ദാരിബ. സിയോൻ യാത്രയത്, ഓ സിയോൻ യാത്രയത് വനമേ ഭയമൊന്നും
അന്യഭാഷകളിൽ സ്തുതിച്ചാട്ടെ. ദുഷ്ടന്റെ സകല കെട്ടുകളും സകല തന്ത്രങ്ങളും ദുഷ്ടൻ നമ്മുടെ മുമ്പിൽ കെട്ടിവെച്ചിരിക്കുന്ന സകല എരിഹോ മതിലുകളും ഇന്ന് യേശുവിന്റെ നാമത്തിൽ നിന്ന് തകർന്നു മാറട്ടെ. വിശ്വാസത്താൽ യേശുവിന്റെ നാമം, യേശുവിന്റെ നാമത്തെ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം. Hallelujah. Oh, Rabashakare. Amen, 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 amen. Hallelujah. Hallelujah. ശക്തിയുള്ളവന്റെ നാമത്തെ ഒന്ന് ഉയർത്തിയാൽ. Hallelujah. 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 We glory, we glory. നന്ദി യേശുവേ. Hallelujah. നന്ദി രാജാവേ. ആ യേശുവിൻ്റെ അതിപരിശുദ്ധ സാന്നിധ്യം നമ്മുടെ മധ്യ ഉള്ളതിനെ ഓർത്ത് ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ അവൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് കടന്നു ചെന്നാട്ടെ. ഹല്ലേലൂയ. നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. എന്നെ വിടുവിക്കുവാൻ, എന്നെ വിടുതൽ നൽകുവാൻ കർത്താവ് ഇന്ന് മധ്യസ്ഥനാണ്. ഹല്ലേലൂയ. ആ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവ് അങ്ങേ പോലെ വേറൊരു ദൈവത്തെ കർത്താവ് ഞങ്ങൾ ഇതുവരെ രുചിച്ചറിഞ്ഞിട്ടില്ല. യേശുവേ, അങ്ങ് എത്രയോ വലിയവനാണെന്ന് കർത്താവേ ഞങ്ങൾ അറിയുന്നു. യേശുവേ, സകല മഹത്വവും സകല പുകഴ്ചയ്ക്കും യോഗ്യനായ എൻ്റെ യേശുവിൻ്റെ നാമത്തെ ഞങ്ങൾ ഇന്ന് ഉയർത്തുകയാണ് കർത്താവേ. എൻ്റെ ഈ ലോക ജീവിതത്തിൽ എനിക്ക് അത് മതി എൻ്റെ യേശുവേ. അങ്ങയെ ഉയർത്തുവാനും അങ്ങയുടെ നാമത്തെ പുകഴ്ത്തുവാനും തിരുസന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ അടിയങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് ആരാധന അങ്ങേക്ക് ആരാധന യേശുവേ അങ്ങേക്ക് ആരാധന ആരാധന അങ്ങേക്ക് ആരാധന യേശുവേ അങ്ങേക്ക് ആരാധന അങ്ങേ പോലെൻ ദൈവമേ ആരുള്ളി ലോകേ അല്ലാതെ വേറെയില്ലെന്നാശ്രയം അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ അങ്ങു മാത്രമാ നിന്നും എൻ്റെ അങ്ങേ പോലെ ദൈവമേ ആരുള്ളി ലോകേ അല്ലാതെ വേറെയില്ലെന്നാശ്രയം അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ അങ്ങു മാത്രമാണെന്നും എൻ്റെ യേശുവേ ആരാധന
യേശുവിന് ആരാധന, അങ്ങേയ്ക്ക് ആരാധന. Yes, Lord. യേശുവേ അങ്ങേയ്ക്ക് ആരാധന, ആരാധന, അങ്ങേയ്ക്ക് ആരാധന. യേശുവേ അങ്ങേയ്ക്ക് ആരാധന. Hallelujah. Oh, Rabba Sheki. Hallelujah. Rabba Sheki. ആരാധന, അങ്ങേയ്ക്ക് ആരാധന. യേശുവേ അങ്ങേയ്ക്ക് ആരാധന, ആരാധന, അങ്ങേയ്ക്ക് ആരാധന. യേശുവേ അങ്ങേയ്ക്ക് യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. Hallelujah. Hallelujah. Amen, Lord. നന്ദി യേശുവേ, നന്ദി രാജാവേ. ഹല്ലേലൂയ. തിരുസന്നിധിയിൽ കർത്താവേ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാനും അങ്ങയുടെ അതിപരിശുദ്ധ നാമത്തെ പുകഴ്ത്തുവാനും കർത്താവ് ഞങ്ങൾക്കായി നൽകിയ ഈ വലിയ നിമിഷത്തെ ഓർത്ത് കർത്താവെ നന്ദി കരയേറ്റുന്നു യേശുവേ. തുടർന്നും കർത്താവ് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവ് അങ്ങിൽ നിന്ന് കേൾക്കുവാനും കർത്താവ് ശുശ്രൂഷ നയിക്കുന്ന ഓരോ ദേവദാസന്മാരെയും തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് കർത്താവെ. അങ്ങയുടെ അഭിഷേകത്താൽ നിറച്ച് കർത്താവ് മക്കളിലൂടെ അങ്ങ് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച വലിയ കൃപയോർത്ത് നന്ദി. സകലതും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. സ്തോത്രം. അനുഗ്രഹീതമായി ആരാധനകളെല്ലാം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. നല്ല ഗാനങ്ങളെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിഞ്ഞല്ലോ. തുടർന്ന് കർത്തൃമേശയിലേക്ക് നാം കടക്കുകയാണ്. അതിക്ക് മുമ്പായി ഒന്ന് രണ്ട് വചനങ്ങളൊന്ന് വായിച്ചതിന് ശേഷം നമുക്ക് അല്പം ചിന്തിച്ചതിന് ശേഷം നമുക്ക് കർത്തൃമേശയിലേക്ക് കടക്കാം. ഒരു വാക്യം ഇതാണ്. കർത്തൃമേശയുടെ ഒരു 3 യാഥാർത്ഥ്യങ്ങളെ കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിലെ അതിൻ്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിനെ തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. യേശു വെള്ളി ബലിയർപ്പിച്ചു എന്നാണ് പറഞ്ഞത്. യേശു ക്രിസ്തു സകലത്തിന്മേൽ നമ്മെ വിമോചിപ്പിക്കേണ്ടതിനും സൽപ്രവൃത്തി ചെയ്തതിൽ തീഷ്ണതയുള്ളൊരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കേണ്ടതിന് നമ്മെ പ്രതി തന്നെ ബലിയർപ്പിച്ചു എന്നാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കാൽവരി കുരിശിലെ യാഗം നമ്മെ ശുദ്ധീകരിച്ച് തനിക്ക് പ്രിയപ്പെട്ട ഒരു സമൂഹത്തെ വാർത്തെടുക്കേണ്ടതിനാണ്. ആ അനുഭവത്തിൽ വന്നിട്ടുള്ളവരാണ് കർത്തൃമേശയിലും ഈ ആരാധനയിലും വന്നിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും കർത്താവ് എല്ലാവരെയും അപ്രകാരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, സകല അധർമ്മത്തിൽ നിന്നും മോചിക്കും. അപ്പോൾ ഇതിക്ക് മുമ്പ് എൻ്റെ 11-ാമത്തെ വാക്കുകൾ ഇങ്ങനെ വായിക്കുന്നത്: സകല മനുഷ്യർക്കും വേണ്ടി രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു,
നാം ഭാഗ്യകരമായ പ്രത്യാശക്കായി മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു കൃപ. പ്രിയമുള്ളവരെ, ആ കൃപ നമുക്ക് കിട്ടിയത് കൊണ്ടാണ് നമുക്ക് ഈ കർത്താവിൻ്റെ അടുക്കലേക്ക് വരാൻ. നമ്മുടെ ആരുടെ ഒരു യോഗ്യതയല്ല, നമ്മുടെ കഴിവുകളോ സാമർഥ്യങ്ങളോ ഒന്നുമല്ല, നമ്മുടെ പ്രവൃത്തിയുടെ ഫലവുമല്ല, കർത്താവിൻ്റെ കൃപ ഒന്ന് മാത്രമാണ്. അതുകൊണ്ടാണ് 14 വാക്യം ഇങ്ങനെ പറഞ്ഞ്, അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തിയിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിനെ തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. അവന് നമ്മളെ വീണ്ടെടുക്കുന്നതിന് നിത്യതയിൽ കൊണ്ടുപോയി ദൈവരാജ്യത്തിൽ അനുഗ്രഹീതമായ നമ്മുടെ ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ പ്രൊജക്റ്റിനെ കർത്താവ് വീണ്ടും റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ നിത്യതയിൽ വാഴാൻ വേണ്ടി വിളിച്ചിരിക്കുന്ന ഒരു വിളിയാണിത്. ലോകത്തിന് ഇത് അറിയില്ല പ്രിയരെ. ഈ സത്യം എല്ലാവർക്കും അറിയാൻ കഴിയുന്നില്ല. ദൈവത്തിൻ്റെ ആകർഷണം കിട്ടിയവർക്ക് മാത്രമേ ഇപ്രകാരം ഇത് അറിഞ്ഞുകൊണ്ട് പലതും നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്ന് വെച്ചാൽ ഇത് സ്വർഗത്തിലേക്കുള്ളൊരു വിളിയാണ്. എന്തുകൊണ്ട് പൗലോസൊക്കെ ഇത്രയും കഷ്ടം സഹിച്ചെന്ന് വെച്ചാൽ ദർശനം കണ്ടതുകൊണ്ടാണ്. നമ്മളും അതുപോലെ തന്നെ കർത്താവ് വിളിച്ചത് കൊണ്ട് തന്നെ കർത്താവ് ആകർഷിക്കാതെ ആർക്കും കർത്താവിലേക്ക് വരുവാൻ സാധ്യമല്ല. അപ്പം അതുകൊണ്ട് ദൈവം ഒന്ന് ചെയ്തു കഴിഞ്ഞു, നമ്മളത് വിശ്വസിക്കുന്നു, നമ്മൾ ആ കർത്താവിൻ്റെ കൂടെ നിത്യത്തിൽ വാഴാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കൊരിന്ത്യർ ലേഖനത്തിൽ ഒരു വാക്യം ഇങ്ങനെ വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയും. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ 16 മുതലുള്ള വാക്യങ്ങൾ, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. നമ്മളൊരു കുടുംബത്തിലെ, ദൈവിക കുടുംബത്തിലെ അംഗങ്ങളായി മാറുകയാണ്. ദ ബോഡി ഓഫ് ക്രൈസ്റ്റിൽ നമ്മളായി തീർന്നിരിക്കുക. കർത്താവിൻ്റെ ആ ശരീരത്തിൻ്റെ ഭാഗവാക്കുകളായാണ് ആ അപ്പം നമ്മൾ ഒരു അപ്പത്തിലൂടെ ആ വീഞ്ഞിലൂടെ നമ്മളത് പാനം ചെയ്യുന്നതോടെ നമ്മൾ ഒരാത്മാവിൽ ഒന്നായി തീരുന്നൊരു അനുഭവമാണ്. പ്രിയമുള്ളവരെ, അപ്രകാരം സ്നേഹിക്കുവാനും അപ്രകാരം കൂടിക്കഴിയുവാനും നമുക്ക് കഴിഞ്ഞേ മതിയാവൂ. സ്തോത്രം. അതിനു വേണ്ടിയിട്ടാണ് കാൽവരി കുരിശിൽ യേശു നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. ഒരു വാക്യം കൂടി വായിച്ചാൽ നമുക്ക് കർത്തൃ മനസ്സിലേക്ക് കടക്കാം. വെളിപ്പാടിന്റെ പുസ്തകത്തിലെ 22-ാം അധ്യായത്തിലെ അതിൻ്റെ 11 മുതൽ 12 വാക്യമാണ്. 11 മുതൽ ഇങ്ങനെ പറയുന്നു, അനീതി ചെയ്യുന്നവർ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കായിരിക്കുന്നവർ ഇനിയും അഴുക്കായിരിക്കട്ടെ, അശുദ്ധന് ഇനിയും അശുദ്ധി ചെയ്യട്ടെ, നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ, വിശുദ്ധന് ഇനിയും വിശദീകരിക്കപ്പെടട്ടെ. ഇതാ സമയമെടുത്തു. എന്നിട്ട് പറയുന്നത്, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. കാൽവരി കുരിശിൽ യേശുവിൻ്റെ യാഗത്തെ വിശ്വസിക്കുന്നത് നമ്മൾക്ക് മനസ്സിലാക്കണം. നമുക്കൊരു പ്രതിഫലം വെച്ചിട്ടുണ്ട്. അവനവൻ ഇങ്ങനെ പറയുന്നുണ്ട്, നാം എല്ലാം ശരീരത്തിലായിരിക്കുമ്പോൾ ചെയ്ത് നല്ലതായാലും തീയതായാലും തക്കവണ്ണം അതിന് പ്രതിഫലം വാങ്ങാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടവരാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ കാൽവരി കുരിശിലെ കർത്താവിൻ്റെ യാഗം നമ്മെ നിത്യതയിൽ അവനോടുകൂടെ വാഴാൻ ഒരു വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജനത്തിന് വേണ്ടിയിട്ടുള്ള കർത്താവിൻ്റെ മഹാവല്യ വിളിയാണ്. ഈ വിളിയെ മുറുകെ പിടിച്ചുകൊണ്ട് ലോക സംഭവങ്ങളെല്ലാം വിളിച്ചു വന്ന് കർത്താവിൻ്റെ വാരം എത്രയും പെട്ടെന്നാകുമെന്ന് നമ്മളുടെ വിശുദ്ധിയെ തികച്ചുകൊണ്ട് നമുക്ക് എപ്പോഴും മുന്നോട്ട് പോകും. അശുദ്ധന് ഇനിയും അശുദ്ധി ചെയ്തോട്ടെ, അനീതിയവന് ഇനിയും അനീതി ചെയ്തോട്ടെ, നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ, വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. നമുക്ക് വിശുദ്ധിയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ നമുക്ക് കഴിയണം. ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ. നമുക്ക് കർത്താവ് മനസ്സിലേക്ക് കടക്കാം. ഒരു വചനം നമ്മൾ വായിക്കുന്നു. 1 കൊരിന്ത്യർ 15 ഞാൻ കർത്താവിൽ നിന്നും പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തെന്നാൽ, കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവനെന്ന് പറഞ്ഞു. അതുകൊണ്ടും തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്ത്, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴെല്ലാം ഒക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് പറഞ്ഞു. അങ്ങനെ
നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവിന്റെ വരവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാർ ആകുന്നു. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടു കൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. പ്രിയമുള്ളവരെ, എന്തെങ്കിലും കൊച്ചു കൊച്ചു തെറ്റുകളോ കുറ്റങ്ങളോ നമ്മളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ശിക്ഷ കിട്ടുന്നത് സ്വാഭാവികമാണ്. അതേസമയത്ത് എത്ര തെറ്റ് ചെയ്തിട്ടും ഒരു ശിക്ഷയും കിട്ടാതിരിക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളണം, ബാലശിക്ഷ കിട്ടുന്നില്ലെങ്കിൽ ഓർത്തുകൊള്ളണം, അത് കർത്താവ് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പോകില്ല. ദൈവം തള്ളിക്കളഞ്ഞിരിക്കുന്നു. നമ്മൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രതിസന്ധികളോ പ്രതികൂലങ്ങളോ ഇല്ലാതെ നമ്മുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ആർക്ക് നോക്കിയാലും എന്തെങ്കിലും വിഷയങ്ങളുണ്ട്. അതിജീവിച്ചുകൊണ്ട് നാം കടന്നു പോകേണ്ടത് ആവശ്യമാണ്. കർത്താവിന്റെ വരവിൽ വിശുദ്ധിയിൽ കർത്താവിനോട് ആയിത്തീരാൻ വേണ്ടി നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് നാം ഓർക്കണം, ഈ കർത്തൃമേശയിൽ പങ്കുകൊള്ളുമ്പോൾ നാം വളരെ ആത്മാർത്ഥമായിട്ട് ഓർക്കണം, കർത്താവ് എൻ്റെ തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിച്ചു തരും എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ആയിരിക്കാം. ഒരു നിമിഷം പ്രാർത്ഥനയോടെ ആയിരിക്കാം, ഒരു നിമിഷം കണ്ണുകടക്കാം. കരുണാസമ്പന്നനായ നല്ല കർത്താവേ, അറിഞ്ഞും അറിയാതെയും ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കർത്താവ് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. വാക്കാലോ ചിന്തയാലോ പെരുമാറ്റത്താലോ ഞങ്ങളിൽ വന്നു പോകുന്ന തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിച്ചുകൊണ്ട് ഞങ്ങളെ അവിടുത്തെ പ്രിയ മക്കളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ കർത്തൃമേശ അനുഭവിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളെ തെറ്റുകളെ കുറ്റങ്ങളെല്ലാം ഏറ്റുപറയാണ്. കർത്താവേ, യേശുവിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കൃപയുടെ കേൾക്കണമേ ഞങ്ങൾ സ്വർഗീയ പിതാവേ, ആമേൻ. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനം നൽകുന്ന ഞങ്ങൾ സ്വർഗീയ പിതാവേ, അവിടുത്തെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിന്റെ മനുഷ്യകുലത്തിന്റെ രക്ഷകൻ ലോകത്തിലേക്ക് അയച്ചു തന്നുവല്ലോ. ഞങ്ങൾക്ക് വേണ്ടി കാൽവരി കുരിശിൽ ചിന്തിയ കുഞ്ഞാണ്ടിന്റെ രക്തത്താൽ സകല ലംഘനങ്ങളും പുറത്ത് ഈ കർത്തൃമേശയിൽ പങ്കുകൊള്ളാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ വീണ്ടെടുത്ത കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാണമേ, ആമേൻ. സ്തോത്രം. കർത്താവ് യേശുവേ, തന്നെ ഒറ്റയ്ക്കപ്പെട്ട രാത്രിയിൽ അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി അവർ കൊടുത്തുകൊണ്ടു ചെയ്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ്, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവെന്ന് പറഞ്ഞു. തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രം എടുത്ത് അവൻ അരുളി ചെയ്തു, ഈ പാനപാത്രം അനേകർക്കൊണ്ട് ചൊരിയപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. ഇത് കുടിക്കുമ്പോഴെല്ലാം നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ അപ്പം ഭക്ഷിക്കും പാത്രത്തിൽ കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. നമുക്കിതിനെ സ്വീകരിക്കാനുള്ള യോഗ്യത മാനസാന്തരപ്പെട്ടവർക്കും വിശ്വാസസ്നാനം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വിശ്വാസസ്നാനം സ്വീകരിച്ചിട്ടുള്ളവർക്കും ദൈവത്തോടും മനുഷ്യരോടും ശുദ്ധ മനസ്സാക്ഷി പുലർത്തുന്നവർക്കും വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്കും ഇതിൽ പങ്കൊള്ളാവുന്നതാണ്. അല്ലാത്ത ആളുകൾ അവരുടെ സ്ഥലങ്ങളിൽ പ്രാർത്ഥനയോടെ കർത്താവിനോട് പറയുക, എനിക്കിതിന് യോഗ്യതയുള്ളവനാക്കി മാറ്റണമേ എന്നുള്ള പ്രാർത്ഥന നമുക്കിരിക്കാം. ഇതിനെ സഹായിക്കാൻ കർത്താവിന്റെ ദാസന്മാർ കടന്നു വന്ന് ഈ കർത്തൃമേശയെ കൊടുക്കാനായിട്ട് കടന്നു വരും. നമുക്ക് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാനുള്ള സമയമാണ്. മാർക്കോസ് 12-ാം അധ്യായം അതിൻ്റെ 49 വാക്യം. പിന്നെ യേശു ശിവഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണം ഇടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. ധനവന്മാർ പലരും വളരെ ഇട്ടു. ദരിദ്രയായ ഒരു വിധവ വന്ന് 1 പൈസയ്ക്ക് ശരിയായ 2 കാശ് ഇട്ടു.
അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, ഭണ്ഡാരത്തിലിട്ട എല്ലാവരേക്കാൾ ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. എല്ലാവരും തൻ്റെ സമൃദ്ധി നിന്നിട്ടു, ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തൻ്റെ ഉപജീവനവും മുഴുവനും ഇട്ടു എന്ന് അവരോട് പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, യേശു ഭണ്ഡാരത്തിൽ നേരെ ഇരിക്കുമ്പോൾ അനേകർ വന്ന് പൈസ ഇടുന്നത് കണ്ടിട്ട് ശിഷ്യന്മാരെ വിളിച്ച് നിർത്തിയിട്ട് കാണിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ മത്തായി, മാർക്കോസ്, ലൂക്കോസൊക്കെ വായിക്കുമ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ യേശു കൂടുതലും പഠിപ്പിച്ചു കൊടുത്തത് ശിഷ്യന്മാർക്കാണ്. അല്ലെ, ബാക്കിയുള്ളവർക്കെല്ലാം ഉപമയായി പഠിപ്പിച്ചു കൊടുത്തപ്പോൾ തൻ്റെ 12 ശിഷ്യന്മാർക്കും യേശു എല്ലാം മർമ്മങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു. അതേപോലെ ഇവിടെ കാണിച്ചു കൊടുക്കുകയാണ്. ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ 12 പേരും അപ്പോസ്തലന്മാരായ 12 പേരും യഹൂദന്മാരാണ്. അവർക്കറിയാം കർത്താവിന് കൊടുക്കുന്നത്. അവർ ചെറുപ്പം മുതലേ പഠിച്ച് വളർന്നു വന്നവരാണ്. എങ്ങനെ കൊടുക്കേണ്ടതെന്നും എന്താ കൊടുക്കേണ്ടതെന്നെല്ലാം അവർക്കറിയാം. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കണ്ണിലൂടെ, മനുഷ്യൻ്റെ കണ്ണിലൂടെ അല്ല ദൈവം അവിടെ പഠിപ്പിക്കുന്നത്. യേശു അവിടെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കണ്ണിലൂടെ ഒരു വേറെ ആംഗിളിൽ അവിടെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അവർ യഹൂദന്മാരെ കുറിച്ച് പറയുവാണെങ്കിൽ അവർ 5 നേരം പ്രാർത്ഥിക്കും, 2 ദിവസം ഉപവസിക്കും, സകലത്തിന് പ്രാകാരം കൊടുക്കും, ദശാംശം കൊടുക്കും, അവർക്ക് കിട്ടുന്ന നന്മയിൽ നിന്ന് എല്ലാം ഓഹരി കൊടുക്കുന്ന യഹൂദന്മാർ. അവർക്കറിയാം എങ്ങനെ കൊടുക്കണമെന്ന്. പക്ഷേ അതല്ല, അങ്ങനെ ചെയ്യുന്നതല്ല ദൈവത്തിന് ഹിതം. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ദൈവം യേശു അവിടെ പഠിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. അവിടെ പറയുകയാണ്, ഹൃദയപ്രകാരമാണ് ഹല്ലേലൂയ കൊടുക്കേണ്ടതെന്ന് പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ കാഴ്ചയിലോ അല്ലെങ്കിൽ എത്ര വലുതായി കൊടുക്കുന്ന ഒന്നുമല്ല. ആ 2 വെള്ളിക്കാശാണ് ഏറ്റവും വലുതാ എന്ന് യേശു അവിടെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഈ കൊടുത്ത ധനവാന്മാർ അവരുടെ സമൃദ്ധിയിൽ നിന്നെല്ലാം ഇട്ടതേക്കാൾ ഉപരിയായി അവളുടെ ഹൃദയത്തിൽ നിന്ന് കൊടുത്ത 2 കാശാണ് സ്വർഗരാജ്യത്തിൽ വലുതെന്ന് യേശു പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അത് ഹൃദയത്തിൽ നിന്ന് എത്ര കൊടുക്കുന്നു അതാണ് ദൈവത്തിന് പ്രസാദമാകുന്നത്. നമ്മുടെ ദൈവത്തിൻ്റെ കണ്ണിലൂടെ കാണുമ്പോൾ, അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ കണ്ണിൽ നോക്കുമ്പോൾ മറ്റുള്ളവർ അധികമായി ഇട്ടതെന്ന് തോന്നാം. അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, സകലവും കൊടുക്കുന്നുണ്ട്. നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ കാണുമ്പോൾ, കണ്ണുകളിലൂടെ കാണുമ്പോൾ കാണാൻ പറ്റും. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ അതല്ല. ഹൃദയമാണ് ദൈവം എപ്പോഴും കാണുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഹൃദയപ്രകാരം എന്തു ചെയ്യുന്നു അതാണ് ദൈവത്തിന് പ്രസാദമാകുന്നത്. ഹല്ലേലൂയ. നമുക്ക് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കർത്താവിന് കൊടുക്കുന്നത് സന്തോഷത്തോടെ കൊടുക്കുക. പൗലോസ് പറയുന്നത്, ദുഃഖത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. നമുക്ക് കരങ്ങളിലെടുക്കാൻ പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസനമായ നല്ല ദൈവമേ, സ്വർഗ്ഗരാജാവേ, യേശുവപ്പ നല്ല ദിവസനായപ്പ നന്ദി പറയുന്നു. കർത്താവേ, കഴിഞ്ഞൊരാഴ്ചക്കാലം ഞങ്ങളെ നടത്തിയ സകലവിധങ്ങൾക്കുമായി നന്ദി പറയുന്നപ്പ. വീണ്ടും ഒരു കർത്ത ദിവസത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും പാടുവാനും അങ്ങനെ മേശയിൽ നിന്ന് ഭക്ഷിക്കുവാനെല്ലാം കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ, നന്ദി പറയുന്നു. വീണ്ടും കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി, അനേക ദൈവദാസന്മാർക്ക് വേണ്ടി, ഞങ്ങളുടെ സഭ പണിയാൻ വേണ്ടി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാം കൊടുക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളെയും അനുഗ്രഹിക്കുന്നു. കർത്താവ് ഞങ്ങളെ ഹൃദയപ്രകാരം സന്തോഷത്തോടെ കൊടുക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കണ്ണടക്കാൻ പ്രാർത്ഥിക്കാം. പിതാവ്, ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഈ കർത്ത ദിവസത്തിൽ അവിടുത്തെ ഞങ്ങൾക്ക് ഒരുമിച്ച് മക്കൾ അപ്പനെ ആരാധിക്കുന്നത് പോലെ ആ തിരുമുഖത്തേക്ക് നോക്കി ആരാധിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുക്കിയതും അവിടുത്തെ രാജ്യത്തിന് വേണ്ടി നന്മകൾ കൊടുക്കുവാനും വിതറുവാനും ആ കരങ്ങൾക്ക് ശക്തി നൽകിയതൊക്കെ അവിടുത്തെ ആത്മാവാണെന്ന് ഞങ്ങൾ അറിയുന്നു. വീണ്ടും മാറ്റമില്ലാത്ത വചനം കേൾക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറന്നു തരുവാൻ ഞങ്ങൾ സ്വർഗ്ഗത്തോട് പ്രാർത്ഥിക്കുന്നപ്പ. ഞങ്ങൾ യേശുവിനെ പോലെയാക്കി മാറ്റുവാൻ, ദൈവത്തിൻ്റെ ഹിതം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ, ഞങ്ങളുടെ പ്രത്യാശയും ആഗ്രഹവും ഞങ്ങളുടെ എല്ലാം ആ നിത്യത മാത്രമാക്കി തീർക്കുവാൻ, ഞങ്ങൾക്ക് വേണ്ടി ആ സ്വർഗീയ പർദീസയിൽ ഞങ്ങൾ ഇരുത്താൻ വേണ്ടി ഏത് വിധേനയും മരിച്ചവ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിച്ച് വിശുദ്ധന്മാർക്ക് ഒരുക്കി വെച്ച ആ ഓഹരിയിൽ ഞങ്ങൾക്ക് പങ്കാളികളായി തീരുവാൻ കർത്താവ് ഞങ്ങൾക്ക് വെച്ചിരിക്കുന്ന ആ നന്മയിലേക്ക് കടക്കുവാൻ ഇന്ന് കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഹൃദയങ്ങളും ശാന്തമായി തീരുവാൻ, എല്ലാ ആകുലങ്ങളും എല്ലാ ഭാരങ്ങളും മാറ്റിവെച്ച് വളരെ ശ്രദ്ധയോടെ ഭയത്തോടെ കേൾക്കുന്ന വചനത്തിന് എന്നെ ശിക്ഷിക്കുവാനും എന്നെ രക്ഷിക്കുവാനും കഴിയുമെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവഭയത്തിൽ നാം ഇരിക്കുവാനൊക്കെ വേണം. എല്ലാ ഹൃദയങ്ങളെയും അങ്ങ് ഒരുക്കുന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു. ഏൽപ്പിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് കീബോർഡിൻ്റെയും ബേസ് ഗിറ്റാറിന് ക്ലാസ് ഉണ്ട്. ദയവായി ആരെങ്കിലും പ്രായപരിധിയില്ല ആഗ്രഹിക്കുന്നുവെങ്കിൽ കീബോർഡിന് ഒരു ക്ലാസ്സിന് 100 രൂപ വെച്ചും ഗിറ്റാറിന് ഒരു ക്ലാസ് 50 വെച്ചുമാണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത്രയും വേഗം ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്കൂർ തന്നെ കടന്നു ചെല്ലുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം, ഒരു ചെറിയൊരു വാക്ക് ഈ ദിവസങ്ങളിൽ എന്നെ സ്പർശിച്ചതുകൊണ്ട് ഞാനത് പറയാൻ ആഗ്രഹിക്കുക. കെണിയും കുടുക്കും എന്നൊരു വാക്ക് റോമർ ലേഖനത്തിൽ അതിൽ 11-ാം അധ്യായം
അതിൽ 9-ാമത്തെ വാക്യത്തിൽ നമുക്കൊരു വാക്യം കാണാൻ കഴിയും. റോമർക്ക് ലേഖനം 1-ാം അധ്യായം സകല മാനവരാശിയെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ട്, സുവിശേഷത്തിന്റെ പ്രാധാന്യം പറഞ്ഞു വെച്ചിട്ട്, അതിന് 17 വാക്യം മുതൽ അങ്ങ് 3-ാം അധ്യായം അതിന് 19-ാം വാക്യം വരെ മാനവരാശി സകല മനുഷ്യരും ശിക്ഷയ്ക്ക് യോഗ്യരാണെന്ന് പറഞ്ഞു വെക്കുക. അതിനുശേഷം 3:21 മുതൽ മാനവരാശിക്ക് ദൈവം ഒരുക്കി വെച്ച രക്ഷയെക്കുറിച്ച് പറഞ്ഞു വന്നിട്ട് 5-ാം അധ്യായത്തിൽ നമ്മെ നീതിമാനാക്കി പ്രഖ്യാപിച്ചു. 6-ാം അധ്യായത്തിൽ ദൈവം നമ്മെ പാപത്തിനു വേണ്ടി നമ്മുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു എന്നറിഞ്ഞ് 7-ാം അധ്യായത്തിൽ ദൈവം നമ്മെ ന്യായപ്രമാണത്തിൽ നിന്നും പൂർണ്ണമായി വിടുവിച്ചുവെന്ന് 8-ാം അധ്യായത്തിൽ നമ്മുടെ പുതിയ ജീവിതം ആരംഭിച്ചു, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നൊരു ജീവിതം എന്ന് പറഞ്ഞ് 10-ാം അധ്യായത്തിൽ ആ രക്ഷയെ നാം സ്വീകരിച്ച ശേഷം 11-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നൊരു വാക്യം, ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നൊരു വാക്യം എൻ്റെ ശ്രദ്ധയിൽ നിന്ന് പെട്ടതുകൊണ്ട് നിങ്ങളോടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഒന്നാം വാക്യം താഴേക്ക് പഠിക്കുമ്പോൾ 11:1, എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമില്ല. ഞാനും ഇസ്രായേലല്ലോ, അബ്രഹാമിന്റെ സന്തതിയിൽ ബെന്യാമീൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ. ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഏലിയാവിന്റെ ചരിത്രത്തിൽ തിരുവെഴുത്ത് പറയുന്നത് അറിയുന്നില്ലയോ? അവൻ ഇസ്രായേലിന് വിരോധമായി, കർത്താവേ, അവർ നിന്റെ പ്രവാചകന്മാരെ കൊന്നു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് ദൈവത്തോട് വാദിക്കുമ്പോൾ അവൻ അരുളപ്പാടുണ്ടായത് എന്ത്? ബാലിനെ മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിച്ചിരിക്കുന്നു എന്ന് തന്നെ. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൽ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. വാക്യം 6, കൃപയാൽ എങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. ആകയാൽ എന്ത്? ഇസ്രായേൽ താൻ തിരഞ്ഞെടുത്തത് പ്രാപിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു, ശേഷമുള്ളവരോ കടലപ്പെട്ടിരിക്കുന്നു. 8-ാം വാക്യം, ദൈവം അവർക്ക് ഇന്നുവരെ ഗാഢനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അടുത്ത വാക്യം പറയുന്നു, അവരുടെ മേശ അവർക്ക് കെണിയും കുടുക്കും ഇടർച്ചയും പ്രതികാരവുമായി തീരട്ടെ. ഹല്ലേലൂയ. ഏറ്റവും ഒരു വല്ലാത്തൊരു വാക്യം. എന്നിട്ട് പറയാ, അവരുടെ കണ്ണ് കാണാതെ വണ്ണം ഇരുണ്ടു പോകട്ടെ, അവരുടെ മുതുക് എല്ലായ്പ്പോഴും കുനിക്കണമേ എന്ന് ദാവീദും എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടറിയത് എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമല്ല, അവർക്ക് എരിവരുത്തുവാൻ അവർ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേയുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ ചിന്തിക്കാൻ പോകുന്ന വിഷയം, അവരുടെ മേശ അവർക്ക് കെണിയും കുടുക്കും ഇടർച്ചയും പ്രതികാരമായി തീരും. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഈ റോമർക്ക് ലേഖനമൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ 9-ാം അധ്യായം 4-ാം വാക്യം പഠിക്കുമ്പോൾ ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന ഏറ്റവും മനോഹരമായ വാക്യങ്ങളുണ്ട്. അവരാരെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ ഏദൻ പരദീസ വിട്ട് പാപനിമിത്തം പുറത്തുപോയ മനുഷ്യൻ, അവനെ വീണ്ടും ലോഹയിലൂടെയൊക്കെ ഒരു ന്യായവിധി ഭൂമിയിലേക്ക് അഴച്ചിട്ട് ദൈവം ഒരു ജനത്തേക്ക് വിളിച്ച് വേർതിരിച്ച് മാറ്റിയെങ്കിലും അവർക്ക് വീണ്ടും പാപത്തിലേക്ക് അടിമകളായി പോയി. വീണ്ടും ഒരു ജനതയെ പൊക്കിയെടുത്തു. അബ്രഹാമിലൂടെ ഒരു വലിയ ഒരു പുരുഷാരത്തെ പൊക്കിയെടുത്തു. മോശയിലൂടെ ഈ ഭൂമി അവർക്ക് ഈ റോമർ 9-ാം അധ്യായത്തിൽ 4-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ചില വാക്കുകൾ നമുക്ക് കാണാൻ കഴിയും. 3-ാം വാക്യം, ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാവുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്ത വാക്യം, അവർ ഇസ്രായേൽ പുത്രത്വവും തേജസ്സവും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാക്തത്വങ്ങളും അവർക്കുള്ളത്, പിതാക്കന്മാരും അവർക്കുള്ളത് തന്നെ എന്ന് പറഞ്ഞ് കുറെ വാക്കുകൾ എഴുതി വെച്ചിരിക്കുക. ദൈവത്തെ വിട്ട് പുറത്തുപോയ മനുഷ്യനെ ഭാഗമായി ദൈവം ചേർക്കാൻ തുടങ്ങിയെങ്കിലും വീണ്ടും പല ആവർത്തിച്ച് അവർ പാപത്തിൽ അടിമത്തത്തിലേക്ക് പോകുന്നത് കാണാൻ കഴിയും. എന്നാൽ അബ്രഹാമിലൂടെ ഒരു ജനതയെ വാർത്തെടുത്ത് ഭൂമിയുടെ മധ്യത്തിൽ കൊണ്ട് നിർത്തി. ഈ ഭൂമിക്ക് നടുക്ക് 262 രാജ്യങ്ങളുടെ നടുവിൽ ഇസ്രായേൽ എന്ന് പറയുന്ന കേരളത്തിന്റെ പകുതി പോലും ഇല്ലാത്തൊരു രാജ്യത്തെ അവർ ഭൂമിയുടെ നടുക്ക് നിർത്തി. അവരെ ഇസ്രായേൽ ഇത് പേരിട്ട് ആ ജനതയെ ഭൂമിയിലെ സകല രാഷ്ട്രങ്ങൾക്കും വെളിച്ചം കൊടുക്കുവാൻ നിർത്തി. അത് മാത്രം വെറുതെ നിർത്തിയല്ല, ദൈവം അവർക്ക് ഒരു പേര് കൊടുത്തു, ഇസ്രായേൽ. അത് മാത്രമല്ല, പുത്രത്വം, തേജസ്, നിയമങ്ങൾ, പ്രമാണം, ആരാധന, വാക്തത്വങ്ങൾ, പൗരോഹിത്യം, ഒട്ടനവധി ആലയം എല്ലാം ദൈവം അവർക്ക് കൊടുത്തു. ഹല്ലേലൂയ. ദൈവത്തെ തന്നെ അവർക്ക് ദൈവം കൊടുത്തു. 12 ഗോത്രങ്ങളുടെ ഇടയിൽ 3 ഗോത്രങ്ങളായി അവരുടെ നടുവിൽ കർത്താവ് യഹോവ വാഴുവാൻ ആഗ്രഹിച്ചു. പക്ഷേ ജീവിതയാത്രയിൽ അവരുടെ പെരുമാറ്റം, അവരുടെ ജീവിതം ശരിയില്ലാത്ത നിമിത്തം ദൈവം അവരിൽ നിന്ന് മാറ്റപ്പെടുകയും, നമുക്ക് പിന്നെ പ്രവചന പുസ്തകങ്ങൾ, പഴയ പ്രവചന പുസ്തകം പഠിക്കുമ്പോൾ ആലയം വിട്ട് ദൈവം 3 പ്രാവശ്യമായിട്ട് സ്വർഗത്തിലേക്ക് പടന്നു നമുക്ക് കാണാൻ കഴിയും. ദൈവം ഇസ്രായേൽ നടുവിൽ ജീവിക്കാൻ ആഗ്രഹിച്ചു. 3 ഗോത്രങ്ങൾ തെക്ക്, 3 ഗോത്രങ്ങൾ വടക്ക്, 3 ഗോത്രങ്ങൾ കിഴക്ക്, 3 ഗോത്രങ്ങൾ പടിഞ്ഞാറുമായിട്ട് ആ സ്വന്തം ജനത്തിന്റെ നടുവിൽ ജീവിക്കാൻ ആഗ്രഹിച്ച, കൊതിച്ച
ഒരു പിതാവിൻ്റെ ഹൃദയത്തോടെ ആഗ്രഹിച്ച ആ ദൈവത്തെ അവർ പതിയെ പതിയെ തള്ളിക്കളയാൻ തുടങ്ങി. ജാതീയ സമ്പ്രദായങ്ങൾ കടന്ന് ജാതീയ വിഗ്രഹങ്ങളുടെ പുറകെ പോയപ്പോൾ അവർ ആ ദൈവത്തെ പതിയെ പതിയെ തള്ളിക്കളയാൻ തുടങ്ങി. ഹല്ലേലൂയ. പിന്നീട് പ്രവചന പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ പിന്നീട് കാണുന്ന മുഴുവനും സ്വർഗത്തിലെ ദൈവം എന്നാ. കാരണം ദൈവം മനുഷ്യരുടെ ഇടയിൽ, അവരുടെ ഇടയിൽ വസിക്കാൻ ആഗ്രഹിച്ചതാ, പക്ഷെ സാധിച്ചില്ല. നമുക്കറിയാം, ഇത്രയ്ക്കധികം പുത്രത്വം കൊടുത്തു, തേജസ് കൊടുത്തു, നിയമങ്ങൾ, ന്യായപ്രമാണങ്ങൾ, പൗരോഹിത്യം, വാഗ്ദത്തങ്ങൾ, ആരാധന, സാക്ഷാൽ ദൈവത്തെ തന്നെ കൊടുത്തു. അവർക്ക് മനോഹരമായൊരു മേശയും കൊടുത്തു. ഹല്ലേലൂയ. പക്ഷേ പലപ്പോഴും അവരുടെ മേശകൾ പലപ്പോഴും അവർക്ക് കെണിയും കുടുക്കുമായി പോയത് അവർ അറിഞ്ഞില്ല. ഞാൻ അവരെക്കുറിച്ച് പറയാൻ വേണ്ടിയല്ല ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത്. അതേ ഒരു മേശ നമ്മുടെ മുമ്പിലുമായിട്ടുണ്ട്. അതേ ഒരു മേശ നമ്മുടെ മുമ്പിൽ ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ വലിയൊരു കൂട്ടം ജനങ്ങൾ, നമുക്കറിയാം, അവിടെ പഠിക്കുമ്പോൾ അവർക്ക് വിളിച്ച ചില ആൾക്കാർ, അല്ലെങ്കിൽ എന്താ പറയുക, ദൈവം കുറിപ്പിട്ട ചില വ്യക്തികൾ മാത്രമേ അവരുടെ രക്ഷയിലേക്ക് വരൂ എന്നൊക്കെ വ്യവസ്ഥ പഠിപ്പിക്കും. എന്നുമാകട്ടെ, നമുക്കറിയാൻ കഴിയും, ഇത്രയ്ക്ക് വലിയ ജനതയെ വിളിച്ച് വേർതിരിച്ച് മാറ്റിയിട്ട് അവർക്ക് എന്ത് സംഭവിച്ചു പോയി അവരുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. അവർ മനോഹരമായി മേശ ഭക്ഷിച്ചവരാ. ദൈവത്തിന്റെ സകല പ്രമാണങ്ങളും നിങ്ങൾക്കറിയാമോ, ഏതാണ്ട് 1300 സംതിങ് വർഷങ്ങൾ വെറും ആ പാലും തേനും ഒഴുകുന്ന ഒരു ഭൂപ്രദേശമായിരുന്നു കനാൻ ദേശം. പലസ്തീൻ നല്ല മനോഹരമായ ദേശം. ഓരോ മുന്തിരിക്കൊലകളൊക്കെ 2 പേർ വേണം ചുമക്കുവാൻ. അത്രയും മനോഹരമായ ആ ദേശം നഷ്ടപ്പെട്ടു പോയിട്ട് 1300 ചിലാൻ വർഷം ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദന്മാർ ലോകത്തിന് അറ്റത്തോളം ചിതറി ജീവിച്ചു. ഈ കേരളത്തിലും വന്നു അവർ. ഈ ഭൂമണ്ഡലത്തിൽ എന്താ പറയല്ലേ, ഭൂമിയുടെ സ്ട്രക്ചറിന്റെ ഏറ്റവും മൂലക്കിടക്കുന്ന ഈ കേരളത്തിലും വന്നുവിട്ട് അവർ മാള എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവർ വന്നു. മായില്ലാഹ, യഹോവയല്ലാതെ എന്നൊക്കെ പറയുന്ന അർത്ഥം വന്നത് അവരുടെ ഹീബ്രു ഭാഷയിൽ നിന്നാണ്. ഇത്രക്കധികം മരുഭൂമിയായിട്ട് ദൈവരെ വേർതിരിച്ച് മാറ്റി അവരെ ആക്കി വെച്ചു. ഹല്ലേലൂയ. നമുക്കറിയാം, ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ഫ്രൂട്ട്സുകൾ ഉണ്ടാകുന്നതും പുഷ്പങ്ങൾ ഉണ്ടാകുന്നതും ഇന്ന് ആ മരുഭൂമിയിലാണ്. അത്രയ്ക്കും മലർവാടിയാക്കിയ ദൈവമാണ് അവരുടെ കർത്താവ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഈ കഴിക്കുന്ന മേശകൾ നമുക്ക് കെണിയും കുടുക്കുമായി മാറാറുണ്ട്. ഇന്ന് പകൽ അല്പമായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുക. പഴയ നിയമത്തിൽ പഠിക്കുമ്പോൾ യെശയ്യാ പ്രവചന പുസ്തകം 28-ാം അധ്യായം വായിക്കുമ്പോൾ അതിന് 7-8 വാക്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, എന്നാൽ ഇവരും വീഞ്ഞു കുടിച്ച് ചാഞ്ചാടുകയും മദ്യപിച്ച് ആടി നടക്കുകയും ചെയ്യുന്നു. പുരോഹിതനും പ്രവാചകനും മദ്യപാനം ചെയ്ത് ചാഞ്ചാടുകയും വീഞ്ഞു കുടിച്ച് മത്തുരാകുകയും മദ്യപിച്ച് ആടി നടക്കുകയും ചെയ്യുന്നു. അവർ ദർശനത്തിൽ പിഴച്ചു, ന്യായവിധിയിൽ തെറ്റിപ്പോകുന്നു. മേശകളൊക്കെയും ശർദ്ദിലും അഴുകം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ഒരു സ്ഥലവും ശേഷിപ്പില്ല. അനേക ജനതകൾക്ക് വേണ്ടി പൗരോഹിത്യം വരെ കൊടുത്ത കർത്താവ്, ആ പുരോഹിതൻ ദർശനമുള്ളവനാകേണ്ടതിന് പകരം ദർശനം നഷ്ടപ്പെട്ടു പോയ പുരോഹിതന്റെ മുമ്പിൽ ആ മേശ പോലും ഛർദ്ദിച്ചു കിടക്കുന്ന മേശയായി മാറ്റപ്പെട്ടു പോയി. ഇന്ന് ലോകത്തിൽ കണ്ടുവരുന്ന ഏറ്റവും ഭയാനമായ കാര്യം, മേശകൾ കെണിയും കുടുക്കുമായി അനേകർ വീണ് കിടക്കുന്നത് ആരെയും അറിയുന്നില്ല. ഹല്ലേലൂയ. ഞാൻ അതിന് അല്പമായി സമയമുള്ളതുപോലെ അല്പമായി സമയം ചിന്തിക്കും. സമയം ഒരുപാട് നമ്മുടെ മുമ്പിൽ കടന്നു പോയിട്ടിരിക്കുക. അതുപോലെ ദൈവം അവർക്ക് കൊടുത്ത പുരോഹിതന്മാർ പോലും, ദൈവത്തിന്റെ പകരക്കാരായി നിൽക്കേണ്ടവർ പോലും, ഹല്ലേലൂയ, ഇന്ന് അവരെ മേശയിൽ ഛർദ്ദിൽ വരെ കിടക്കുകയാണ്. ഹല്ലേലൂയ. 12 ഗോത്രങ്ങൾക്ക് കനാൻ ദേശം യോശുവ വിഭാജിച്ചു കൊടുക്കുമ്പോൾ ഈ പുരോഹിത വർഗത്തിന്, ലേവ്യ പുരോഹിത വർഗത്തിന് ഒരു അവകാശം കൊടുത്തില്ല. പക്ഷെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ അവർക്കാണ് ഏറ്റവും അധികമായി സമ്പത്തുള്ളത്. കാരണം 12 പേരിൽ ഒരുവരെ മാറ്റി നിർത്തു. ബാക്കി 11 പേരുടെ ദശാംശം അല്ലെങ്കിൽ ആദ്യഫലത്തിന്റെ എന്താ പറയുക, അതും അവരുടെ ദശാംശങ്ങൾ വഴിപാട് കൊടുക്കുമ്പോൾ 28%-ലധികം, അത് 30%-ഓളം വരുന്ന ദശാംശങ്ങൾ ഒരു ദിവസം അവർക്ക് ഈ ലേവ്യ പൗരോഹിത്യത്തിന് കിട്ടുന്നത്. ഇതൊക്കെ കിട്ടിയിട്ട് പോലും ദൈവം അവരെ മാനിച്ചിട്ട് പോലും അവസാനം അവർ ആ കെണിയും കുടുക്കിപ്പെട്ട് അവർ അവരുടെ മേശയിൽ ശർദ്ദിലും ഇതുമായി അവസാനം ന്യായവിധി മുമ്പിൽ വീണ് കിടക്കേണ്ടത് നമുക്കിവിടെ കാണാൻ കഴിയും. അതിന്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ, ആകയാൽ അവർ ചെന്ന് പിറകോട്ട് വീണ് തളർന്ന് കുടുക്കി അകപ്പെട്ട് പിടിപെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ചില വാക്കുകൾ മാത്രം വിടുകയാണ്. അവർ പുറകോട്ട് വീടുന്ന അനുഭവങ്ങളൊക്കെ ആരാ? ദൈവം വിളിച്ചു വേർത്ത് വാഴ്ച അവർക്ക് പൗരോഹിത്യം കൊടുത്തവർ പോലും അവർ പുറകോട്ട് വീഴുക. ഇന്ന് ഒട്ടും കുറവില്ല. ഇന്ന് അനേക ദൈവാസന്മാർ കൈവെക്കുമ്പോൾ എല്ലാം പുറകോട്ടാ വീഴുന്നത്. ഞാൻ പലവട്ടം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ആവർത്തിക്കുന്നതിനോട് നിങ്ങൾ ക്ഷമിക്കണം. ഇന്ന് അനേകർ കൈവെക്കുമ്പോഴും വീശുമ്പോഴൊക്കെ ജനങ്ങളെ പുറകോട്ടാ വീഴുന്നത്, നാശത്തിലേക്ക് പോകുകയാണ്.
അവരറിയുന്നില്ല കുടുക്കിൽപ്പെട്ടിരിക്കുന്നത്. കെണിയും കുടുക്കുമായി അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഗതി അവർക്കറിയാൻ കഴിയുന്നില്ല. അനേകർക്കും ഇന്ന് ഈ തലമുറയിലും അത് തന്നെയാണ് വന്നിരിക്കുന്നത്. പുറകോട്ട് വിടുന്ന ജനം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാ, ഏലിയ എന്താ പറയുക, എസെക്കിയേൽ പ്രവാചകൻ ദർശനം കാണുമ്പോൾ മുൻപോട്ട് കവിണ് വീഴുകയാ. യെശയ്യാവ് ദർശനം കാണുമ്പോൾ മുമ്പോട്ട് വീഴുകയാ. നല്ല വിശുദ്ധന്മാർ ദൈവസാന്നിധ്യം കാണുമ്പോൾ അവർ നെടുമ്പാടുമില്ല ദൈവമേ എന്ന് വിളിച്ചപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. ഇതെല്ലാം നാശത്തിലേക്ക് പോകുന്ന ഒരു കൂട്ടം ജനങ്ങളെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. എന്താണെന്നറിയാമോ? കെണിയും കുടുക്കുമായി തീർന്നു. അവരുടെ മേശകൾ, ദൈവം കൊടുത്ത മേശ, വിശുദ്ധമായ മേശകൾ, അത് കെണിയും കുടുക്കുമായി തീർന്നത് അറിയത്തില്ല. ഇന്നും അനേക വിശ്വാസികളും ഈ പാപത്തിന്റെ ആ ചെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്കും അറിയത്തില്ല. ഞാൻ നമ്മളെക്കുറിച്ച് പറയാൻ വേണ്ടിയ ചില വാക്കുകൾ ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. കാരണം ദൈവം യോശുവ കാനാൻദേശം അവർക്ക് വിഭാഗിച്ചു കൊടുക്കുമ്പോൾ യോശുവ പലവട്ടം പറഞ്ഞു, പ്രമാണം ലംഘിക്കരുത്. നിങ്ങൾ ജാതികളുടെ സമ്പ്രദായം കണ്ട്, കാരണം മിസ്രൈമിൽ 400 വർഷക്കാലം അടിമകളായിരുന്ന ആ ജനത മുഴുവനും മിസ്രൈമിലെ എന്താ പറയുക ഉത്സവങ്ങളും ആചാരങ്ങളും അവിടുത്തെ എല്ലാം കണ്ട് അവരുടെ ചെവിയും അവരുടെ ജീവിതവും ഇടിച്ചു പോയവരാ. 40 വർഷക്കാലം മരുഭൂമിയിൽ കൂടെ കടത്തിക്കൊണ്ടുപോഴും ജാതികൾ ചെയ്യുന്ന സമ്പ്രദായങ്ങൾ കണ്ടവരാ. യോശുവ പല ആവർത്തിച്ച് യോശുവയുടെ പുസ്തകം പഠിച്ചാൽ അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിങ്ങൾ അതിലേക്ക് മറിഞ്ഞു വീഴരുത്. അതിന് 23-ാം അധ്യായം യോശുവ പടുവൃദ്ധനായി ആവുമ്പോൾ 23:13 പറയുക. അത് 6 മുതൽ പഠിക്കുമ്പോൾ, ആകയാൽ മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടക്കാൻ, അതിൽ നിന്ന് വലത്തോക്കോ ഇടത്തൊക്കെങ്കിലും മാറാതിരിപ്പാൻ ഏറ്റവും ഉറപ്പുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. സൺഡേ വന്നു പോകുന്ന കൊണ്ടല്ല സഹോദരങ്ങൾ ഞാൻ ഈ പറയുന്നത്. ഇന്ന് അനേകരും വെറും സൺഡേ വന്നു പോകുന്ന സാധാ വിശ്വാസ പേർ പോലും പറയാൻ കഴിയത്തില്ല നമുക്ക്. കാരണം അറിയാമോ, പലപ്പോഴും ഈ മേശ നമുക്ക് കെണിയും കുടുക്കുമായി മാറുന്നത് നമ്മൾ ഇന്ന് അറിയത്തില്ല. എൻ്റെ കൂടെ ഉണ്ട് എല്ലാവരും. ഇന്ന് അനേകർ ജീവനുണ്ടോ എന്നൊക്കെ കുത്തി നോക്കിയാലും ജീവനില്ലാത്ത അനുഭവങ്ങൾ. ഒരിക്കൽ യേശു കാൽവരി ക്രൂശിൽ മരിച്ചു കിടക്കുമ്പോൾ അവന് പ്രാണം പോയി, എല്ലാം കഴിഞ്ഞു. ആ കുന്തക്കാരൻ പിടിച്ച് പടയാളി വെച്ച് കുത്തുമ്പോൾ ഒരിക്കൽ പോലും പ്രതികരിച്ചിട്ടില്ല. അതാണ് കാരണം മരിച്ചവന് പ്രതികരിക്കാൻ കഴിയത്തില്ല. ഇന്ന് പ്രതികരണം മാത്രമേ നമുക്കുള്ളൂ നമ്മുടെ ജീവിതങ്ങളിലെല്ലാം. കാരണം മരിച്ചിട്ടില്ല. പഴയ മനുഷ്യൻ മരിച്ചതാ എന്ന് ഏറ്റുപറഞ്ഞ് പലവട്ടം പറയുമ്പോഴും ഇന്നും അനേക വിശ്വാസികളും മരിക്കാതെ അവർ വീണ്ടും മരിക്കാതെ ഭക്ഷിക്കുമ്പോൾ അവർക്ക് കെണിയും കുടുക്കുമാകുന്ന അനുഭവങ്ങൾ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക. ഇന്ന് പകൽക്കാലം ഞാൻ അല്പമായി ചിന്തിച്ച് വിടുകയാണ്. യോശുവ അവരോട് പറയുന്ന കാര്യമുണ്ട്, നിങ്ങളുടെ ഇടയിൽ ശേഷിച്ചിരിക്കുന്ന ജാതിയിൽ നിങ്ങൾ ഇടകലർന്ന ജാതീയ സമ്പ്രദായങ്ങൾ കണ്ടു പഠിക്കരുത്. എന്നിട്ട് ഒരുപാട് എന്നിട്ട് പറയുക, നിങ്ങൾ വല്ല പ്രകാരം പിന്തിരിഞ്ഞ് നിങ്ങളുടെ ഇടയിലുള്ള ശേഷം ജാതിയോട് ചേർന്ന് വിവാഹ സംബന്ധമായി പല വ്യത്യസ്തമായ കാര്യങ്ങൾ, ആചാരങ്ങൾ, ഉത്സവങ്ങൾ ഒന്നും കണ്ടു പഠിക്കരുത്. നിങ്ങൾ നശിച്ചു പോകും വരെ അവർ നിങ്ങൾക്ക് കുടുക്കും കെണിയായിരിക്കും. നമ്മൾ അറിയാതെ ജാതികളെടുക്കൽ പോയാൽ, ജാതീയ ബന്ധങ്ങളിൽ പെട്ടുപോയാൽ നമ്മൾ അറിയും, കുഴപ്പമില്ലെന്ന് പറഞ്ഞ് നമ്മുടെ നല്ല ആരോഗ്യത്തിൽ, നമ്മുടെ നല്ല സമ്പത്തിൽ, നമ്മുടെ ബഹുമതിയിൽ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ വചനം പറയുന്നു പലതും കെണിയും കുടുക്കുമായി തീരുമെന്ന്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ പറയാ, നിങ്ങളുടെ ദൈവമായ 12-ാം വാക്യം പറയാ, യോശുവ 23:12, അല്ലാതെ നിങ്ങൾ വല്ല പ്രകാരവും പിന്തിരിഞ്ഞ് നിങ്ങളുടെ ഇടയിലുള്ള ഈ ശേഷം ജാതിയോട് ചേർന്ന് വിവാഹ സംബന്ധം ചെയ്യുകയും അവർ നിങ്ങളോടും ഇടകലുകയും ചെയ്താൽ നിങ്ങളുടെ ദൈവമായ യഹോവ മേലാൽ ഈ ജാതികളെ നിങ്ങളുടെ മുമ്പിൽ നീക്കിക്കളയില്ലെന്നും ദൈവം നീക്കില്ലെന്നും. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ദൈവം നീക്കാതെ അത് നമ്മുടെ ഇടയിൽ തന്നെ വെക്കുമെന്നും മേലാ ജാതികൾ നിങ്ങളുടെ മുമ്പിൽ നീക്കിക്കളയില്ലെന്നും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്തിൽ നിന്ന് നിങ്ങൾ നശിച്ചു പോകും വരെ അവർ നിങ്ങൾക്ക് കുടുക്കും കെണിയുമായി തീരുന്നു. പലപ്പോഴും നമ്മുടെ ബന്ധങ്ങളുണ്ടല്ലോ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ കർത്തൃമേശ ഞാൻ പറഞ്ഞതാ, ഭൂതങ്ങളുടെ അല്ലേ ഈ യാഗത്തിനും കൂട്ടാളിയാകും, വിശുദ്ധ മേശ കൂട്ടാളിയാകുന്ന കൂട്ടർ. ഇന്ന് അനേകർ സൺഡേ എന്താ പറയുക വിശുദ്ധ ഉയർപ്പിന്റെ ദിവസമായി ഈ ദിവസത്തിൽ ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുന്ന പകരം പലപ്പോഴും ഇന്ന് നമുക്ക് അനേകരും, ഞാൻ ഇവിടെ മാത്രമല്ല പലയിടത്തും വ്യത്യസ്തമായ സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ കണ്ടുവരികയാണ്, ബൗത്തീസും വീട് താമസവും ജാതീയ സമ്പ്രദായങ്ങളുടെ ഉത്സവങ്ങളുടെയും അവരുടെ ആചാരങ്ങളുടെയൊക്കെ പുറകെ പോകുമ്പോൾ ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം.
അവരവരുടെ ദൈവങ്ങൾക്ക് വെച്ചിട്ട്, ഹിന്ദു പ്രകാരമാക്കുകയാണെങ്കിൽ അവർ ഇലയിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ കാർന്നോമാർക്ക് വെച്ചിട്ട് പലപ്പോഴും മറ്റ് അവർ അതെല്ലാം കൊടുക്കുന്നത്. പലപ്പോഴും ഞായറാഴ്ച ഉയർപ്പിന്റെ ആഘോഷം ആഘോഷിക്കേണ്ട ഈ സ്ഥലത്ത് ഇതിന് പാനപാത്രം അതിൽ അംഗമാകേണ്ടതിന് പകരം പലപ്പോഴും നമ്മൾ അറിയാതെ അതിൽ പോകുമ്പോൾ ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ അറിയാതെ കുടുക്കും കെണിയുമായി നമ്മുടെ ജീവിതത്തിലായി തീരുകയാണ്. എത്രയോ ദൈവകുഞ്ഞുങ്ങളാണെന്ന് അറിയാമോ സത്യം അറിയാതെ, അതിനെ അറിയാൻ പോലും മനസ്സ് കൊടുക്കാതെ ജാതിയെ വിഘടനപ്പെട്ട് ഇന്നതുപോലെ കുടുക്കും കെണിയുമായി ജീവിക്കുന്ന എത്രയോ വിശ്വാസികൾ. ദൈവം അവരെ അങ്ങനെ വെച്ചിരിക്കുക. അവരുടെ മനസ്സിലത്തെ വണ്ണം ജാതികളെ അവർ മാറ്റാതെ വണ്ണം ജാതികളെ അവരോട് പറ്റിയിരിക്കുമെന്ന് യോശുവ അവിടെ എഴുതി വെച്ചിരിക്കുക. എത്ര ഭയാനകമായ വാക്കുകൾ സഹോദരങ്ങളെ കണ്ടു പറയാം. എത്രയും പറഞ്ഞു വിടുക, എത്രയും പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്താണെങ്കിലും നേരത്തെ വായിച്ചതുപോലെ അവരുടെ മേശ അവർക്ക് കെണിയും കുടുക്കും ഇടർച്ചയും പ്രതികാരവുമായി തീരട്ടെ എന്ന് അവിടെ നമുക്ക് കാണാൻ കഴിയും. ഈ വാക്യം സത്യത്തിൽ നമുക്ക് വാക്യം കാണാൻ കഴിയുന്നത് ദാവീദ് പറഞ്ഞ വാക്യമാണ്. ഈ വാക്യം ദാവീദ് ശത്രുക്കളോട് പറയുന്ന, ഒരു ശത്രുക്കളെ കുറിച്ച് പറയുന്ന, അല്ലെങ്കിൽ യുദ്ധത്തിലും സംഭവിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് പറയുന്ന 69-ാം സങ്കീർത്തനം 22-ാം വാക്യം 23-ാം വാക്യം അവിടെ പറയുന്ന കാര്യമുണ്ട്. ഞാൻ ആ വാക്യം മാത്രം, നമ്മുടെ സമയം പോയതുകൊണ്ട് വാക്യം മാത്രം പറഞ്ഞു വിടുകയാണ്. അവരുടെ മേശ, വാക്യം 69-ന്റെ 21 വാക്യം, അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു, എൻ്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കടിപ്പാൻ തന്നു. അവരുടെ മേശ അവരുടെ മുമ്പിൽ കെണിയായും അവർ സുഖത്തോടിരിക്കുമ്പോൾ കുടുക്കായും തീരട്ടെ. അവരുടെ കണ്ണ് കാണാതെ വണ്ണം ഇരുണ്ടു പോകട്ടെ. അവർ ആരെപ്പോഴും ആടുമാറാക്കണമേ എന്ന് ദാവീദ് പറയുന്നു. സത്യത്തിൽ ദാവീദ് പറയുന്ന വാക്യം പുതിയ നിയമത്തിലേക്ക് പൗലോസ് അത് എടുത്തു പറയുന്ന വാക്യമാണ്. നമ്മൾ കുറച്ച് ആദ്യം വായിച്ച കുറിവാക്യം. ദാവീദ് പറഞ്ഞ വാക്യം ഈ ശത്രുക്കളെ കുറിച്ച് പറയുമ്പോൾ ഈ വാക്യം പൗലോസ് എടുത്തു പറയുമ്പോൾ അത് ഇസ്രായേലിന് സംഭവിച്ച ഒരു വലിയ എന്താ പറയുക കുടുക്കും കെണിയുമായി ഇടർച്ചയും പ്രതികാരവും തീർന്ന ഒരു വാക്യമാണ് അവിടെ പൗലോസ് ഇസ്രായേലിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. അതൊക്കെ ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട്, ഗ്രഹിക്കുന്നുണ്ടോ വല്ലതും? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഇത്രയും ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു വിടുകയാണ്, കാരണം അധികം പറയുവാൻ നമുക്ക് സമയമില്ലല്ലോ. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിനൊക്കെ പഠിക്കുമ്പോൾ 2:2 പറയുക, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമായിരിക്കുന്നു. ദൂതന്മാർ മുഖാന്തരം അരുൾ ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോ ലംഘനത്തിനും അനുസരിക്കേണ്ടും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ. ഹല്ലേലൂയ. പഴയ നിയമം മുതൽ ദൂതന്മാർ നിമിത്തം ആ ചെയ്ത പ്രവൃത്തികൾക്ക് ന്യായമായ പ്രതിഫലം ദൈവം കൊടുത്തിട്ടുണ്ട്. അവർക്ക് ദൈവം കൊടുത്ത മേശകളും അവർക്ക് ദൈവം കൊടുത്ത എല്ലാം അത് കെണിയും കുടുക്കുമായി മാറിയത് അവർ പോലും അറിയാതെ അവർ ജീവിതത്തിൽ സംഭവിച്ചു. ഒരുപക്ഷെ ഒരായുഷ്കാലം മുഴുവനും അത് കെണിയും കുടുക്കുമായി ഇരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. എബ്രായർ 6-ാം അധ്യായം 1-ാം വാക്യം മുതൽ പഠിക്കുമ്പോൾ നമുക്ക് ഒരേ വാക്യം പറഞ്ഞു വന്നിട്ട് 2-ാം വാക്യം പറയാം, അത് നിത്യശിക്ഷാവധി എന്നിങ്ങനെ അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിക്കുവാൻ ശ്രമിക്കും. അല്ലാത്ത പക്ഷം കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്ക് വളരാൻ വേണ്ടിയാണ്. പല കണ്ണുകൾ ഉറങ്ങുന്നുണ്ടല്ലോ, ഇത് പറ്റി രാത്രി ഉറക്കം ശരിയായില്ലേ? ഹല്ലേലൂയ. ശ്രദ്ധിച്ച് നോക്കേ, ഇവിടെ എഴുതി വെച്ചിരിക്കുക പരിജ്ഞാന പൂർത്തിയിലേക്ക് വളരുവാൻ. അവിടെയാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ കുറിച്ച് ആദ്യ പാഠങ്ങൾ നമുക്കറിയാം, കാണാപ്പാഠം അറിയാം. പക്ഷെ അത് വിട്ട് ക്രിസ്തുവിനെ പോലെയായി മാറുന്ന, ക്രിസ്തു ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന ആ പരിജ്ഞാന ലെവലിലേക്ക് വളരുവാൻ ഇന്ന് അനേകർക്കും മനസ്സില്ല. കാരണം അവിടെ ഞാൻ ഇറങ്ങി നിന്നേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. എൻ്റെ ഹൃദയത്തിനകത്ത് ഞാൻ വാഴുവാൻ, ഞാൻ ജീവിക്കുവാൻ തുടങ്ങിയാൽ ക്രിസ്തുവിന് അതിനകത്ത് ജീവിക്കാൻ കഴിയത്തില്ല, യേശുവിനെ പോലെ ആയി മാറുവാനും കഴിയത്തില്ല. ഇത് നമുക്ക് കെണിയും കുടുക്കുമായി മാറുകയാണ്. കാരണം കർത്താവ് നമ്മെ വിളിച്ചത് അവന്റെ പരിജ്ഞാന പൂർത്തിയിലേക്ക് വളർന്നു വരുവാൻ. ഒരുപറ്റം ജനത്തിന് അവർക്ക് ദൈവം കൊടുത്ത പൗരോഹിത്യം, യഹോവ എന്താ പറയുക, ഉത്സവങ്ങളും പൗരോഹിത്യങ്ങളും എല്ലാം കൊടുത്തിട്ട്, മേശ വരെ കൊടുത്തിട്ട് പോലും അതവർക്ക് കെണിയും കുടുക്കുമായി ആ തലമുറ നശിച്ചു പോകേണ്ടി വന്ന തലമുറ. എന്നിട്ട് നമ്മൾ നോക്കിയിട്ട് പറയുക, നമ്മളും ആദ്യ വചനം വിട്ട് എന്ത് ചെയ്യണം? ക്രിസ്തുവിന്റെ പരിജ്ഞാന പൂർത്തിയിലേക്ക് അവിടുന്ന് ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുവാൻ, അവിടുന്ന് ആഗ്രഹിക്കുന്ന പോലെ ആഗ്രഹിക്കുവാൻ, അവിടുന്ന് ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പരിജ്ഞാന പൂർത്തി, ഒറ്റവാക്കി പറഞ്ഞാൽ യേശുവിനെ പോലെ ആയി മാറുവാൻ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ 33 വർഷം വന്ന് ജീവിച്ചു. പക്ഷേ സത്യത്തിൽ യേശുവിന് അറിയാമായിരുന്നു ഇതല്ല എൻ്റെ നാട്. അവിടുന്ന് പോകേണ്ട നാടിനെ കുറിച്ച് വ്യക്തവും കൃത്യമായി അറിയാവുന്നത് കൊണ്ട് ഒരു സെക്കൻഡ് പോലും ഈ ഹൃദയത്തിനകത്ത് ഈ ഭൂമിയിൽ ഉടക്കി നിന്നില്ല.
അവരുടെ സ്വന്തക്കാർ, അവരുടെ ബന്ധുമിത്രാദികൾ, അവരുടെ ചാർച്ചക്കാർ, അവരുടെ ഉത്സവങ്ങളും ആചാരങ്ങളും അവരുടെ ബന്ധങ്ങളും ഒന്നും ഒരിക്കൽ പോലും യേശുവിന്റെ ഹൃദയത്തിൽ ഉടക്കിയത് പോലുമില്ല. ഒരിക്കൽ അമ്മയും സഹോദരങ്ങളും വന്നപ്പോൾ, ദേ നിന്റെ അമ്മയും സഹോദരന്മാരും വന്നു എന്ന് ശിഷ്യന്മാർ സ്നേഹത്തോടെ വന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ വാക്യമുണ്ട്, അവരല്ല എൻ്റെ അപ്പൻ്റെ വചനം അനുസരിക്കുന്നവർ, അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അവരാണ് യഥാർത്ഥത്തിൽ. കാരണം നമുക്ക് അനേകർക്കും ആ കെണിയും കുടുക്കപ്പെട്ട്, അനേകരും ആ കെണിയിൽ കുടുക്കപ്പെട്ട് കിടക്കുകയാണ്. ക്രിസ്തുവിനെ പോലെ ആയി മാറുവാനുള്ള വ്യഗ്രത. കാരണം ഈ ആയുസ്സിൽ നമുക്ക് തന്നിരിക്കുന്നത്, ക്രിസ്തു നമ്മളെ വീണ്ടെടുത്തു, പാപത്തിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് വീണ്ടെടുത്തു നമ്മെ നിർത്തിയിരിക്കുകയാണ്. സ്വർഗം തന്നു എന്നല്ല നമുക്ക്. ഹല്ലേലൂയ. തിരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. ആത്മാക്കളെ നേടുവാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ ജാനുവരി മുതൽ പുറപ്പെട്ടു പോകുന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇഷ്ടംപോലെ കാര്യങ്ങൾ പറഞ്ഞ് ആത്മാക്കളെ നേടുവാൻ, സ്വന്തം ആത്മാവിനെ പോലും നേടാൻ കഴിയാത്തവരെയാ പലപ്പോഴും നമ്മൾ ഇരിക്കുന്നത്. ഈ തലമുറയിൽ പെന്തക്കോസ്തുകളോളം സ്വന്തം ആത്മാവിനെ പോലും കണ്ടെത്താൻ കഴിയാതെ വണ്ണം, ഉറപ്പിക്കാൻ കഴിയാതെ വണ്ണം ഇരിക്കുന്ന തലമുറയത്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ പറഞ്ഞു, സോക്രട്ടീസ് എവിടെ മീറ്റിങ്ങിൽ പറഞ്ഞത്, സോക്രട്ടീസിന്റെ ശിഷ്യന്മാർ ഒരിക്കൽ ആ ഗുരുവോട് ചോദിച്ചു, ഗുരു, ഒരു മഹാനായ മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചു. കാരണം ഈ പുള്ളി വിചാരിച്ചു ഞാനാണെന്ന് പറയുമെന്ന് വിചാരിച്ച ശിഷ്യന്മാർ. സോക്രട്ടീസ് അല്പസമയം മൗനമായിരുന്ന ശേഷം അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്. ഹല്ലേലൂയ. നീ വായിക്കുന്നവരല്ലേ നിങ്ങൾ എല്ലാവരും? അദ്ദേഹം പറഞ്ഞു, ഞാനാണെന്നല്ല പറഞ്ഞത്. അതേ ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ ഭൂമിയിൽ വെച്ച് ആത്മാവിനെ കുറിച്ച് അറിയുന്നവനാ യഥാർത്ഥമായ മഹാൻ. അടുത്തൊരു വാക്കുകൾ കൂട്ടിച്ചേർത്തു, ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ എൻ്റെ ആത്മാവിൻ്റെ ഇരിപ്പിടം, സ്വർഗത്തിലുള്ള ഇരിപ്പിടം ഉറപ്പിക്കുന്നവനായ യഥാർത്ഥമായ മഹാൻ, യഥാർത്ഥമായ മനുഷ്യൻ അവനാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് മനസ്സാവുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ ആത്മാവ് ഇത് പോകുമോ എന്ന് പോലും ഉറപ്പില്ല നമുക്ക്. കാരണം കുടുക്കം കെണിയിൽ പെട്ടിരിക്കുക, മറ്റ് ജാതീയ സമ്പ്രദായ ബന്ധങ്ങളിലും. ഹല്ലേലൂയ. ഇന്ന് ഈ തിരുമേശ ഭക്ഷിക്കുന്നുണ്ട്, പലപ്പോഴും തിരുമേശ ഭക്ഷിക്കാതെ സൺഡേ പോലും പല വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർ എനിക്കറിയാം പലയിടത്ത് പോകുന്നത്. കുടുക്കും കെണിയുമായി മാറി നമ്മൾ അറിയുന്നില്ല. പല ബന്ധങ്ങൾ നമ്മെ ചതിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. കർത്താവിന്റെ ദിവസമായി, കർത്ത ദിവസം, അവന്റെ ഉയർപ്പിന്റെ ആഘോഷം ആഘോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളെങ്ങനെ ദൈവത്തിന്റെ മക്കളായി? നമ്മൾ ഇന്ന് മരിച്ചാലും കാഹളം നരിക്കുമ്പോൾ എങ്ങനെ ഉയർക്കും നമ്മൾ എന്തുകൊണ്ട് സുവിശേഷം പറയുന്നില്ല? കഴിഞ്ഞ ദിവസം നമ്മുടെ ടീച്ചറിന്റെ വീട്ടിൽ ഞങ്ങളൊക്കെ വിളിച്ച് പ്രയർ വെച്ചു. 8 പുതിയ ആൾക്കാർ വന്നു, പുതിയ ആൾക്കാർ. കാരണം ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം ടീച്ചർ വർദ്ധിച്ചതുകൊണ്ട് പുതിയ ഒരു മീറ്റിംഗ് വെച്ച് 8 പുതിയ ആത്മാക്കളെ വിളിച്ച് അവിടെ സുവിശേഷം പറഞ്ഞു ഞങ്ങൾ ആരാധിച്ചു. പലപ്പോഴും നമ്മുടെ ആത്മാവിന്റെ ഉറപ്പിനെ പോലും രക്ഷയെപ്പോലും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. കാരണം എവിടെയോ കുടുക്കിൽപ്പെട്ട് കിടക്കുക, എവിടെയോ കെണിയിൽപ്പെട്ട് കിടക്കുക. പലപ്പോഴും ഈ മേശ ഇതൊക്കെ കടന്നു വരും, ഈ മേശ പോലും നമുക്ക് കുടുക്കും കെണിയമായി മാറിയിരിക്കുന്നു എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ആദ്യവചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിക്കുവാൻ ദൈവം അനുവദിക്കുന്ന പക്ഷെ നാം അത് ചെയ്യും. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിലെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോകുമ്പോൾ, മാറിപ്പോയാൽ, ഹല്ലേലൂയ, കാരണം അറിയാമോ, എവിടെയോ നമ്മുടെ ദർശനത്തിന് മാറ്റം സംഭവിച്ചു. ഇസ്രാമക്കൾ സ്വന്തം ജനതയാ, ദൈവത്തിലെ സ്വന്തം മക്കളാ. 13.6 എത്ര ശതമാനം ലോകത്തിൽ കണ്ടുപിടിച്ച മഹാന്മാരവർ. ഹല്ലേലൂയ. ഇത് വിയറ്റ്നാമിൽ പാലുണ്ടാക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ രാജ്യമായി മാറിക്കഴിഞ്ഞു. എവിടെ നിന്ന് കിട്ടി കഴിവ്? ഇസ്രായേലിൽ നിന്ന് സയന്റിസ്റ്റുമാരെ കൊണ്ടുപോയി ഇങ്ങനെ പാലുണ്ടാക്കണമെന്ന് കണ്ടെത്തി പിടിച്ച ഇതുപോലെ കഴിവുള്ള ഒരു തലമുറ വേറെ എവിടെയുണ്ട്? ഹല്ലേലൂയ. റഡാറിലൊക്കെ അതിൽ കണ്ണിപ്പെടാതെ വെള്ളത്തിന്റെ മുകളിൽ കൂടി താഴ്ത്തി പ്ലെയിൻ ഒഴിച്ചിപ്പിച്ചല്ലേ മിസൈലൊക്കെ വിട്ട് തകർത്ത് കളഞ്ഞ ചരിത്രങ്ങൾ എവിടെ, ഏത് ബുദ്ധിയിൽ ഉദിക്കും അവർക്ക്? ഇതെല്ലാം ഉണ്ടായിട്ടും ദൈവത്തിന്റെ മഹത്വം അറിഞ്ഞിട്ട് പോലും പലപ്പോഴും അവരുടെ മേശകൾ അവർക്ക് കെണിയും കുടുക്കുമായി തീർന്ന ചരിത്രം വേദത്തിൽ എഴുതി വെച്ചിരിക്കുക. അതുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ പറയാ, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളതാത്തതും ശാപത്തിനടുത്തതുമാകുന്നു. ഈ ചുട്ടുകളയാത്രേ അതിൻ്റെ അവസാനം. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങൾക്ക് ശുഭമേറിയും രക്ഷയ്ക്കുതകുന്നതും നാം വിശ്വസിക്കുന്നു, അല്ലേ? നമുക്കറിയാം, ഇന്ന് നമുക്കൊരു വിശ്വാസമുണ്ട്, കർത്താവ് നമ്മെ ചെറുപ്പം വരുമെന്നുള്ള വിശ്വാസം. 2-3 ഒന്നില്ലെങ്കിൽ നമ്മുടെ നാവ് മൗനമായി പോയിട്ടുണ്ടാവും, അല്ലേ? നമ്മളിവിടെ ജീവിക്കുന്നത് അവന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടിയാ.
ഹല്ലേലൂയ. അവന്റെ പ്രത്യക്ഷത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത്. ഏറിയിൽ എത്ര ദിവസമുണ്ടെന്ന് പോലും അറിയത്തില്ല. തേർഡ് വേൾഡ് വാർ നടക്കാൻ പോവുകയാണ്. കൊറിയ സഹായിക്കാൻ വേണ്ടി വടക്കേ അറ്റത്ത് നിന്ന് റഷ്യ വരാൻ പോവുകയും എല്ലാത്തിലെ സമാഗമനം കുറിച്ചിട്ട് പോലും. ഹല്ലേലൂയ. ഇതുമാകട്ടെ മുന്നോട്ട് കടന്നു പോകുന്നു. എബ്രായർ 4:5-7 മുതൽ പഠിക്കുമ്പോൾ മുമ്പേ സദ്വർത്തം അതിൻ്റെ 5-ാം വാക്യം പറയുക, അതിൻ്റെ 6 പറയും. അതുകൊണ്ട് ചിലർ ശേഷിപ്പാനിടം ശേഷിക്കായാലും മുമ്പേ സദ്വർത്തനം കേട്ടവർ അനസക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകുകയാലും ഈ കാലത്തിന്റെ ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവർക്ക് ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്നൊക്കെ പറഞ്ഞ് കാണാൻ കഴിയും. അവിടെ ഞാൻ വിട്ടുപോകുക. ഇത്ര മാത്രം ഞാൻ പറഞ്ഞ് അതിൻ്റെ ആ വാക്ക് വിടുക. എന്താണെങ്കിലും ഒരു കാര്യം ഓർക്കണം, ഇസ്രായേൽ മക്കൾക്ക് ദൈവം അവരെ വിളിച്ച് വേർതിരിച്ച് മാറ്റി ദൈവം അവർക്ക് ഏറ്റവും മനോഹരമായി ദൈവത്തിൻ്റെ കൊടുത്തിട്ട് പോലും അവസാനം അവരുടെ മേശകളൊക്കെ അവർക്ക് കെടിയും കുടുക്കുമായ ചരിത്രം നമ്മുടെ മുമ്പിൽ കിടക്കുക. അത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. നമുക്ക് നമ്മുടെ മേശയിൽ കടന്നു വരാം. കർത്തൃമേശയെക്കുറിച്ച് പഠിക്കുമ്പോൾ എബ്രായർ 11-ാം അധ്യായം 1 കുതിരയിലെ 11-ാം അധ്യായത്തിൽ 23-ാം വാക്യം മുതൽ ഇന്ന് രാവിലെ കർത്തൃദാസൻ പറഞ്ഞതുപോലെ കർത്തൃമേശയെക്കുറിച്ച് പറയുമ്പോൾ കർത്താവിന്റെ ഓർമ്മയ്ക്കായിട്ടും അവൻ നമുക്ക് വേണ്ടി 3 കാര്യങ്ങളാണ് കർത്തൃമേശയിൽ നമ്മൾ വിളിച്ചു പറയുന്നത്. 1, അവൻ നമുക്ക് വേണ്ടി ചെയ്ത അവന്റെ ഓർമ്മക്കായിട്ട്. 2, അല്ലേ, അവന്റെ മരണമടക്ക പുനരുത്ഥാനത്തെക്കുറിച്ച്. അടുത്തൊരു വാക്യമുണ്ട് നമുക്ക്, അവന്റെ വരവിനെക്കുറിച്ചും അവരുടെ ശരീരവും അവരുടെ രക്തവും അവരുടെ വരവിനെക്കുറിച്ചും ഓർക്കുന്ന ഒരു മേശയാണ് നമ്മുടെ കർത്താവിന്റെ മേശ. രാവിലെ നമ്മളത് ഓർത്തായിരുന്നു. എന്തുമാകട്ടെ, ഈ കർത്താവിന്റെ മേശ കൂടി വരുമ്പോഴൊക്കെയും, അല്ലേ, കൂടി വരുമ്പോഴൊക്കെയാണോ? അല്ല, കുടിക്കുമ്പോഴൊക്കെയും അങ്ങനെയാ, അല്ലേ? നമ്മൾ അറിയാതെ പറഞ്ഞ് ശീലിച്ചു പോയത് കൊണ്ടാണ്. നമ്മൾ എപ്പോഴും കുടിക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നുണ്ട്, കർത്താവ് അവൻ എനിക്ക് വേണ്ടി അവന്റെ ശരീരം തകർത്തു, അവരുടെ രക്തം എനിക്ക് വേണ്ടി ഒരു പുതിയ നിയമം ഉണ്ടാക്കി. 3, അവന്റെ വരവിന് വേണ്ടി നമ്മൾ ഇത് ഓർക്കുകയാണ്. ഇത്രയും മനോഹരമായ കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് ഈ മേശ പലപ്പോഴും കെണിയും കുടുക്കുമായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിൽ 17-ാമത്തെ വാക്യം മുതൽ 1 കൊരിന്ത്യർ 17-ാമത്തെ വാക്യം മുതൽ നമുക്കവിടെ വായിക്കുമ്പോൾ, ഇനി ആജ്ഞാപിക്കുവാൻ പോകുന്നതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല, നിങ്ങൾ കൂടി വരുന്നതിനാൽ നന്മക്കല്ല തിന്മക്കത്രേ ഇടയാകുന്നത്. വാക്യം 17 അവിടെ പറയുക, നിങ്ങൾ കൂടി വരുന്നതിനാൽ നന്മക്കല്ല തിന്മക്കത്രേ ഇടയാകുന്നത്. 1, നിങ്ങൾ സഭ കൂടി വരുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. ഏതാനും വിശ്വസിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ കൊള്ളാവുന്ന വെളിവാകേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷം ഉണ്ടാകേണ്ടത്, അല്ലേ? എന്നിട്ട് പറയാ, നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിൻ്റെ അത്താഴമല്ല കഴിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നതിൽ ഓരോരുത്തൻ താൻ്റെ അത്താഴം മുമ്പേ കഴിക്കുന്നു. ഒരുവൻ വിശന്നും മറ്റൊരു ലഹരി പിടിച്ചും ഇരിക്കുന്നു. തിന്നുവാനും കുടിക്കുവാനും നിങ്ങൾക്ക് വീടുകളില്ലയോ? അല്ല, കർത്താവിൻ്റെ ദൈവത്തിൻ്റെ സഭയെ നിങ്ങൾ തുച്ഛീകരിച്ച് ഇല്ലാത്തവരെ ലജ്ജിപ്പിക്കുന്നുവോ? നിങ്ങളോട് എന്തു പറയേണ്ടു? നിങ്ങളെ പുകഴ്ത്തുകയോ? ഇതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. 1-ാമത്തെ വിഷയം, സഭ കൂടി വന്നപ്പോൾ അവർക്ക് സഭ കർത്തൃമേശ അല്ലെങ്കിൽ ഞായറാഴ്ച കർത്തൃദിവസത്തിൽ സഭ കൂടി വരാൻ വന്നപ്പോൾ സമ്പന്നന്മാരും ദരിദ്രന്മാരൊക്കെയുണ്ട്. സമ്പന്നന്മാർ മുമ്പേ വന്നിട്ട് അവരുടെ മേശ, അവരുടെ ആ ലവ് ഫീസ്റ്റ് അവർ ആദ്യം കഴിക്കും. ആ സമയത്ത് ചിലരൊക്കെ പാവങ്ങളായ ദരിദ്രന്മാരായ വിശ്വാസികൾ അവർ വയലിലും പാടത്തൊക്കെ ജോലിയെടുത്ത് അവർ ഓടിക്കതച്ച് വിയർത്ത് അവർ ആ അഴുക്കോടേക്ക് പലപ്പോഴും കടന്നു വരുമ്പോൾ ഇവിടെ തിന്നും കുടിച്ചും പലപ്പോഴും ഇരിക്കുന്ന ഒരു അനുഭവങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. അതുകൊണ്ട് പൗലോസ് പറയുക, നിങ്ങൾക്ക് കഴിക്കുവാൻ വീടുകളില്ലയോ? ഇത് ആലയമാണ്. ഇത് ഒരുമിച്ച് ഭക്ഷിക്കുക, ഒരുമിച്ച് പാനം ചെയ്യേണ്ട സ്ഥലമാണിത്. ഒരപ്പന്റെ മക്കളായി ഒരുമിച്ച് എല്ലാ അവയവങ്ങളും ഒരുമിച്ച് വളരാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണിത്. പൗലോസ് പറയുക, ഗ്രഹിച്ചു എല്ലാവരും? അതുകൊണ്ട് പറയുക, നിങ്ങൾക്ക് തിന്നുവാനും കുടിക്കാൻ നിങ്ങൾക്ക് വീടുകളില്ലയോ? ദൈവത്തിന്റെ സഭയെ നിങ്ങൾ തുച്ഛീകരിക്കുക. 1-ാമത്തെ വിഷയം, സഭ കൂടി വരുമ്പോൾ കർത്തൃമേശയെക്കുറിച്ച് പൗലോസ് എഴുതുമ്പോൾ പൗലോസിന്റെ മനസ്സിൽ ഇങ്ങനെയും കൂടി ഉണ്ടായിരുന്നു. അവർ കൂടി വരുന്നത് അവർക്ക് കുടുക്കം കെണിയായി മാറി. അനേകരും ഭാഗം കൂട്ടായി പല വ്യത്യസ്തമായ കൂട്ടുകളായി മാറിയിട്ട് പലപ്പോഴും അത് കുടുക്കം കെണിയുമായി മാറുന്നത് പലപ്പോഴും ആരും അറിയുന്നില്ല എന്ന സത്യം തിരിച്ചറിയുന്നു. 1-ാമത്തെ വിഷയം, അവർ കൂടി വരുമ്പോൾ വ്യത്യസ്തമായ ഓരോ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് നല്ല സമ്പന്നന്മാർ അല്ലെങ്കിൽ നല്ലവരൊക്കെ ഭക്ഷണം ആദ്യം കഴിച്ച് സമൃദ്ധിയായിരിക്കുമ്പോൾ പാവങ്ങൾ ഒന്നുമില്ലാത്തവർ, പട്ടിണി പാവങ്ങൾ സഭയിൽ കടന്നു വരുമ്പോൾ അവർക്കൊന്നും ലഭിക്കാതെ വരുന്ന അനുഭവം വരുമ്പോൾ അവിടെ മുതലാണ് ഇത് പറഞ്ഞിട്ടാണ് പൗലോസ് തൻ്റെ കർത്തൃമേശയെക്കുറിച്ച് ആത്മാവിൽ എഴുതി വെച്ചിരിക്കുന്നത്. 12 ശിഷ്യന്മാർ കർത്തൃമേശ എടുക്കുമ്പോൾ ഡയറക്റ്റ് കണ്ണാൽ കണ്ട് അനുഭവിച്ചവർ തൻ്റെ ഒരു ലേഖനങ്ങളിലോ ഒരു എഴുത്തുകളിലോ അവർ കർത്തൃമേശയെക്കുറിച്ച് എഴുതി വെച്ചാതിരിക്കുമ്പോൾ പൗലോസ് ആത്മാവിൽ കണ്ട് ഈ വെളിപ്പാട് എഴുതി വെച്ചിരിക്കുക. അത് വായിച്ചു വരുമ്പോൾ അവർ എല്ലാ കുടിക്കുമ്പോഴൊക്കെയും, അവർ മേശ കുടിക്കുമ്പോഴൊക്കെയും സന്തോഷത്തോടെ അവർ ചെയ്യുന്നവ. പക്ഷേ
അത് പലപ്പോഴും കെണിയായി തീരുന്നുവെന്ന് വേദോസിൽ എഴുതി വെച്ചിരിക്കുക. വാക്യം 28 വാക്യം പറയുക, മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിരുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ എന്ന് പറഞ്ഞ സഭയെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നോക്കിയേ, ഇസ്രായേലിന് കൊടുത്തൊരു മേശയുണ്ട്. അവസാനം അതിൽ ഛർദ്ദിച്ചിട്ടു. തിന്നും മെഴുത്ത് കഴിയുമ്പോൾ ആ മേശയിൽ ഛർദ്ദിക്കുക. ഞാൻ പറഞ്ഞത് മനസ്സാവുന്നുണ്ടോ? വായിച്ചു 28 അധ്യായത്തിൽ അല്ലെ, 28 അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പുരോഹിതന്മാർ, എന്താ പറയുക, ദർശനം നഷ്ടപ്പെട്ടു പോയ പുരോഹിതന്മാർ, നിത്യത കാണിച്ചു കൊടുക്കുന്ന പുരോഹിതന്മാർ, യഹോവയെ വെളിപ്പെടുത്തുന്ന പുരോഹിതന്മാർ ദർശനം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ, തിന്നും കുടിച്ചു കഴിയുമ്പോൾ ആ മേശയിൽ തന്നെ ഛർദ്ദിച്ചിടുകയാണ്. ഹല്ലേലൂയ. ഇത് ലോകത്തിൽ കണ്ടുവരുന്ന അനേകടത്ത് കഴിഞ്ഞ ദിവസങ്ങൾക്ക് പലയിടത്തും സഞ്ചരിക്കേണ്ടി വന്നു. അടുത്ത ആഴ്ച സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണുമ്പോഴൊക്കെ വിഷമം തോന്നുന്നവരും ഇത് മേശ കഴിച്ചിട്ട് പോയിട്ട്, കഴിഞ്ഞ ദിവസങ്ങളിൽ കോശി ബ്രദറുണ്ട് ഇവിടെ, അവരുടെയൊക്കെ പഴയ സഭകളിലൊക്കെ ഈ മേശയിൽ നിന്ന് അത് കണ്ടപ്പോഴാണ് സങ്കടം വന്നത്. കോശി ബ്രദർ അവിടെ തന്നെയുണ്ട്. അദ്ദേഹം ഇത്രയും ദിവസങ്ങൾ കരഞ്ഞെന്നറിയാമോ ആ സഭയോർത്ത്? അദ്ദേഹത്തിൻ്റെയൊക്കെ പിതാക്കന്മാർ, അപ്പൻ്റെ അപ്പൻ നടത്തിയ സഭകള് ഇന്ന് കർത്തൃമേശ എടുത്തിട്ട് പോയിട്ട് പുറത്തിറങ്ങിയിട്ട് തല്ലി വിളിക്കുകയും ചീത്ത വിളിക്കുകയും തെറി വിളിക്കുകയും ചെയ്യുന്ന വല്ലാത്ത സഭകളായി മാറി പാച്ചപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞത് മനസ്സാകുന്നുണ്ടോ? ഈ മേശ കഴിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് ഹല്ലേലൂയ തമ്മിൽ സംഭവിച്ച കാലം യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ട്. തമ്മിൽ വിദ്വേഷിക്കുകയും തിന്മ പറയുകയും പോർവിളിക്കുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത അനുഭവങ്ങൾ ഇന്ന് യൂട്യൂബ് വരെ അതായി കഴിഞ്ഞു. പാവം അദ്ദേഹം എത്രമാത്രം വിഷമിച്ചതറിയാമോ? ഞാനീ പറയുന്നത് വിശുദ്ധ മേശ ഭക്ഷിക്കുന്നത് നിത്യതയ്ക്ക് വേണ്ടി വളരാൻ വേണ്ടിയാ. ഒരപ്പൻ്റെ മക്കളായി നിത്യതയ്ക്ക് വേണ്ടി വളരാൻ വേണ്ടി പലപ്പോഴും ഇത് കഴിച്ചിട്ട് അറിയാതെ ഇതുപോലെ ഈ പല കാര്യങ്ങൾ പറയുമ്പോൾ ചെയ്യുമ്പോൾ തമ്മിൽ വാഗ്വാദം നടത്തുമ്പോൾ ഒരു കാര്യം ഓർക്കണം, അത് കെണിയും കുടുക്കുമായി നമ്മുടെ കാലിൽ വന്ന് വീഴുകയാ. ഹല്ലേലൂയ. ഒരുപക്ഷെ ഇന്ന് അറിയത്തില്ല നമുക്ക് കർത്താവിന്റെ കാഹളം ധരിക്കാൻ ചില ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ. ചില ദിവസങ്ങൾ മാത്രം. തേർഡ് വേൾഡ് വാർ സംഭവിക്കുന്നത് 2-3 വർഷ പകുതിയിലാണ് എതിർ ക്രിസ്തുവിന്റെ. അതിന് 3.5 വർഷം മുമ്പേ കർത്താവ് തന്റെ വിശുദ്ധ മണവാട്ടി ചോർത്തോണ്ട് പോകണം. അവൻ കള്ളനെ പോലെ വരുന്ന ദിവസങ്ങൾ മാത്രമേ നമ്മൾ ഈ ഭൂമിയിലുള്ളൂ. ചില ദിവസങ്ങൾ മാത്രം. തലയുയർത്തി നോക്ക്. ചില ദിവസങ്ങൾ മാത്രമേ നമ്മൾ ഈ ഭൂമിയിലുള്ളൂ. ലോകം സമാപ്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇതുപോലെ പലതും നടക്കുന്നുണ്ട്. അപകടങ്ങളും അനർത്ഥങ്ങളും കപ്പൽ ഛേദങ്ങളും ഇന്ന് ലോകത്ത് കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുക. യുദ്ധങ്ങളും യുദ്ധസ്തുതികളും. തേർഡ് വേൾഡ് വാറിന്റെ എല്ലാം ഒരുക്കം. 1ഉം 2ഉം ലോകമഹായുദ്ധം നടന്നത് ഇസ്രായേലിന്റെ ബന്ധത്തില. 3ാമത്തെ ലോകമഹായുദ്ധം നടക്കാൻ പോകുന്നത് ഇസ്രായേലിന്റെ ബന്ധത്തില. ഇതൊക്കെ സമാപ്തിയിലേക്ക് കുറിച്ച് വെച്ചിട്ട് ഒരു കാര്യം കേട്ടെന്ന് മനസ്സാന്തരപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഒന്ന് പറയാം, ഇത് നമുക്ക് കെണിയും കുടുക്കുമായി മാറുന്ന ഒരു മേശയായി മാറരുത്. ഇത് ജീവങ്ങളിൽ നിന്ന് ജീവങ്ങളിലേക്ക് വളർന്ന മേശയാണത്. ഇത് കെടിയും കുടുക്കുമായി മാറാനല്ല. ഹല്ലേലൂയ. നമുക്ക് വാക്യം വായിക്കുമ്പോൾ അത്രമേശ മുമ്പിൽ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ സഹോദരങ്ങളെ അവയവങ്ങളെ വിവേചിക്കാതെ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന ഹേതുവായി പലരും ബലഹീനരും രോഗികളും നിദ്ര കൊള്ളുന്നതും എന്നിട്ട് പറയുക, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നു എങ്കിലോ ലോകത്തോടു കൂടി ശിക്ഷാവിധി അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ. അതുകൊണ്ട് ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഭക്ഷണം കഴിപ്പാൻ കൂടി വരുമ്പോൾ അന്യോന്യം കാത്തിരിപ്പീൻ. വല്ലവന് വിശക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുന്നതും ന്യായവിധിക്ക് ഹേതുവാകാതിരിക്കേണ്ടതിന് അവർ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കട്ടെ. ശേഷം കാര്യങ്ങളെ ഞാൻ വന്നിട്ട് ക്രമപ്പെടുത്താമെന്ന് പൗലോസ് എഴുതി വെച്ചിരിക്കുക. എത്ര വലിയ കരുവെന്നറിയാമോ? ഹല്ലേലൂയ. പലപ്പോഴും ഭക്ഷണം, ഏത് ഭക്ഷണമാണ് കഴിക്കുന്നത് പോലും നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല. ഈ മത്തായി 24 അധ്യായത്തിൽ അതിന്റെ 45 മുതൽ 51 വരെ പഠിക്കുമ്പോൾ വിശ്വസ്തനും 2 ദാസന്മാരെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. 45 വാക്യത്തിൽ വായിക്കുമ്പോൾ, എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആറും. 1ാമത്തെ ദാസൻ ബുദ്ധിമാനായ ദാസൻ. ഭക്ഷണം കൊടുക്കുക, മേശയിൽ ഭക്ഷണം കൊടുക്കുക. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ അവരെ തനിക്ക് സകലത്തിനെയും യജമാനാക്കി വെക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അടുത്തത് 48. എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ട് കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയന്മാരോട് കൂടി തിന്നുകുടിപ്പാനും തുടങ്ങുമ്പോൾ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിച്ച് അവനെ കപട ഭക്തിക്കാരുടെ കൂടെ പങ്കുകൽപ്പിക്കും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവും. 2 ദാസന്മാർ, അവർ മേശയിൽ വിളമ്പേണ്ട ദാസന്മാര്,
നോക്കി, ഒന്നാമത്തെ ദാസൻ ബുദ്ധിയും ആരാ? വിശ്വസനും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് എല്ലാവരും. എന്തേ മൗനമായിരിക്കുന്നത്? നമ്മൾ ഒരു പുസ്തകത്തിൽ നിന്നല്ലേ പഠിക്കുന്നത്. ഓക്കെ, നോക്കി, വിശ്വസനും ബുദ്ധിമാനുമായ ദാസൻ. ആ ദാസൻ അറിയാമോ, അവൻ ഭക്ഷണം കൊടുക്കുന്നത് കറക്റ്റ് ഭക്ഷണമാണ് കൊടുക്കുന്നത്. രാവിലെ കൊടുക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ കൊടുക്കും, ഉച്ചക്ക് കൊടുക്കേണ്ടത് ഉച്ചയ്ക്ക് കൊടുക്കും, രാത്രി കൊടുക്കേണ്ടത് രാത്രി കൊടുക്കും. ഹല്ലേലൂയ. ഇന്ന് പലപ്പോഴും രാത്രി കൊടുക്കേണ്ട ഭക്ഷണം ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണമാണ് പലപ്പോഴും രാത്രി കഴിക്കുന്നത്. രാവിലെ ഇഡ്ഡലിയും പൊറോട്ട, അല്ലെങ്കിൽ ഇഡ്ഡലിയും എന്തൊക്കെയാ പറ, പുട്ട് പറയുന്നത് നിങ്ങൾക്ക് പറ സഹോദരിമാര്, അല്ലേ? രാവിലെ കഴിക്കുന്ന ഫുഡ് അതാ. ഉച്ചക്ക് നമ്മൾ സമൃദ്ധിയായി ചിക്കനൊക്കെ കൂട്ടി, മീനെ കൂട്ടി നമ്മൾ ചോറ് കഴിക്കും. രാത്രി ഇതുപോലെ വലിച്ചു വാരി ബിരിയാണി കഴിച്ചാൽ രാത്രി ഉറക്കം വരുമോ? ഇല്ല. അപ്പൊ രാത്രി കഴിക്കേണ്ട ഭക്ഷണമുണ്ട്, എല്ലാം വ്യത്യസ്തമായ ക്രമീകരണമുണ്ട്. ഒരു ദാസൻ നല്ലവണ്ണം അറിയാം, ബുദ്ധിമാനായ ദാസൻ നല്ലവണ്ണം അറിയാം, അവൻ മേശയിൽ വിളമ്പേണ്ടത് ആ ഫുഡായിരിക്കണം. ലോകം സമാപ്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാ. ഈ കാലഘട്ടത്തിൽ ഈ ലോകത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ മാറ്റത്തക്ക വിധത്തിലുള്ള ഉപദേശങ്ങളും ഭക്ഷണമാണ് കൊടുക്കുന്നതെങ്കിൽ ആ ദാസനെ വിളിക്കുന്നവരാ ദുഷ്ടദാസൻ എന്ന്. കാരണം ഇവിടെ പറയുക, എന്താ ബുദ്ധിമാന ദാസൻ? അവിടെ പറയുക, യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ, അവൻ തനിക്കുള്ള സകലത്തിലും യജമാൻ. അപ്പൊ കർത്താവിന്റെ വരവിലെ സമയത്ത് നോക്കി ആ മേശയെങ്കിൽ വിളമ്പുന്ന ദാസന്മാർ കാലം സമീപിച്ചിരിക്കുക. എന്നാൽ ദുഷ്ടദാസനുണ്ട്. അവന്റെ പ്രശ്നം അറിയാമോ? യജമാനൻ വരാൻ താമസിക്കുന്നു എന്ന് ഹൃദയത്തിൽ പറയാൻ തുടങ്ങി. തിന്നാനും കുടിപ്പാനും ആനന്ദിപ്പാനും തുടങ്ങി. ഓക്കെ, രാത്രി കഴിക്കേണ്ട ഭക്ഷണം വളരെ മിനിമമാ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എനിക്കറിയാം, അല്ലേ? നമുക്ക് അതിൽ കാണാൻ കൂടെ കഴിയുമ്പോൾ ഇച്ചിരി അവിടെ നിന്ന് രണ്ട്, അല്ലേ, കമ്മ്യൂണിസ്റ്റ് പച്ച കറച്ച് 2 പച്ച വായിലേക്ക് വെക്കും. മനസ്സിലായില്ലേ? എവിടെ പോയാലും എന്തെങ്കിലും ഇച്ചിരി കഴിക്കത്തുള്ളൂ, അല്ലേ? ആട് കഴിക്കുന്ന പോലെയൊക്കെ രാത്രി കഴിക്കുന്നത്. 2 കുക്കുംബറിന്റെ കഷ്ടം പറ ഒന്ന്, അല്ലേ? 2 എന്തെങ്കിലും ചെറിയ ഐറ്റംസ്. കാരണം രാത്രി കൊടുത്തോ അതേ ആ സമയത്ത് ദഹിക്കത്തുള്ള സഹോദരങ്ങളെ. അത്രമാത്രം നമുക്കറിയാം. പലപ്പോഴും ഇന്ന് അനേകടത്തും ഈ കാണുന്നത് ദുഷ്ടദാസന്മാരായി. യജമാനൻ താമസിക്കും, വരണമെങ്കിൽ വരട്ടെ, വരുമ്പോ കൊണ്ടുപോട്ടെ നടത്തിയ ഒരു ലാഘവമാ പലപ്പോഴും നമുക്ക്. വരട്ടെ, വരുമ്പോ കൊണ്ടുപോട്ടെ എന്നൊക്കെ. അതല്ല ആ ഒരേ കറക്റ്റ് സമയത്തിൽ വെച്ച് ആ ഭക്ഷണം കൊടുക്കുന്ന യജമാനൻ, ദാസൻ ഏറ്റവും വിശ്വസ്ത ദാസൻ എന്ന് പറയുക. കാരണം ഈ ഭക്ഷണമാണ് യഥാർത്ഥത്തിൽ നമുക്ക് കഴിക്കേണ്ടത്. ഇന്ന് നമ്മൾ കർത്തൃമേശ എടുക്കുമ്പോൾ കൂടുമ്പോൾ ഈ മേശ നമുക്ക് കെണിയും കുടുക്കുമാകാതിരിപ്പാൻ നമ്മൾ ആ ശ്രദ്ധയോടെ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്ന അറിയുമ്പോഴാണ് നമ്മുടെ അകത്ത് ഭയം ഉണ്ടാകുന്നത്, അല്ലേ? പറ. ഇന്ന് പലപ്പോഴും പലയിടത്ത് പോകുമ്പോഴും ക്ലബിൽ പോകുന്നത് പോലെയാ കടന്നു വരുന്നത് ജനങ്ങളൊക്കെ. പാട്ടും പാടി കൈയും വീശി ക്ലബിൽ പോകുന്നത് പോലെ. കാരണം അറിയാമോ, ഭയം എത്രയോ എപ്പോഴൊക്കെ നഷ്ടപ്പെട്ടു പോയി. ദൈവഭയം. കേൾക്കുന്ന വചനം എന്നെ ശിക്ഷിപ്പാനും എന്നെ രക്ഷിപ്പാനും കഴിയുന്ന വചനമാണെന്ന് അറിയുവാൻ പലപ്പോഴും മനസ്സിൽ നമുക്ക് എന്നെ രക്ഷിപ്പാനും ശിക്ഷിപ്പാനും കഴിയുന്ന വചനം പ്രസംഗിക്കുമ്പോഴും കാലിടറിക്കൊണ്ട് തന്നെയാ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ഇതേ വചനത്തിൽ എന്നെ രക്ഷിപ്പാനും കഴിയും, എന്നെ ശിക്ഷിപ്പാനും കഴിയും എന്നൊരുവൻ അറിയുമ്പോഴേ അവന് ജീവിതത്തിൽ ഭയം ഉണ്ടാകത്തുള്ളൂ. ദൈവഭയം നഷ്ടപ്പെട്ടു പോയ സഭകളുടെ നടുവിലാണ് നമ്മളും ആയിരിക്കുന്നത്. പോർവിളിയും, അല്ലെ, ശണ്ടയും കലഹങ്ങളും. വിശുദ്ധ മേശ എന്നറിയാമോ? നമ്മളൊക്കെ ഒരു അപ്പന്റെ മക്കളാന്ന് അറിഞ്ഞുകൊണ്ട് അവരുടെ വരവിന് വേണ്ടി ഒരുങ്ങുവാനുള്ള ഒരു മേശ, ഓർക്കലിന്റെ മേശയത്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ഞങ്ങളുടെ വീടിന്റെ മുകളിൽ ഒരുപാട് പക്ഷികളുണ്ട്, ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയ ഒരുപാട് പക്ഷികളുണ്ട്, വില കൂടിയ പക്ഷികളൊക്കെ. ഈ പക്ഷി മുട്ടയിടുമ്പോൾ ഒരു മുട്ടക്ക് ആ കുഞ്ഞുണ്ടായ ഒരു കുഞ്ഞിന് ചിറ്റ് ഭയങ്കര വലിയ എമൗണ്ടാണ്, വലിയ 10-50,000 രൂപയൊക്കെ വിലയുള്ള കിളിക്കുഞ്ഞുങ്ങളാണ്. അതിനെ തിന്നാൻ വേണ്ടി, മുട്ട കഴിക്കാൻ വേണ്ടി ഈ എലികൾ വരും. അത് നമ്മൾ അതിനു വേണ്ടി കൊല്ലാൻ വേണ്ടി ഈ എലി വിഷമൊക്കെ വെച്ച് കൊല്ലുമ്പോൾ ഇത് വന്ന് ഈ ഡോളോയാ എന്തോ വിക്സ് എന്തോ സാധനം, ഡോളോ എന്തോ ഒക്കെ പുരട്ടിയിട്ട് വെക്കും. അത് വന്ന് കഴിച്ചിട്ട് നല്ലവണ്ണം നമുക്ക് ക്യാമറ കാണാം, നല്ലവണ്ണം നക്കി കഴിച്ചിട്ട് പോകണം കാണാൻ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ 1-2 ദിവസം കഴിയുമ്പോൾ ഏതെങ്കിലും മൂലക്ക് നാറ്റം വെച്ച് കിടക്കുന്ന കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ജീവങ്കിൽ നിന്ന് ജീവങ്കിലേക്ക് വരേണ്ട മേശയായത്. ഇത് കുടുക്കും കെടിയുമാകേണ്ട മേശയല്ലേത്. ഇത് ജീവങ്കിലേക്ക് വളരേണ്ട മേശ സഹോദരങ്ങളെ. ഇത് തരാൻ വേണ്ടിയ തൻ്റെ പുത്രന്റെ ജീവന്റെ വില കൊടുത്ത് വിലക്ക് വാങ്ങിയ മേശ. ഹല്ലേലൂയ. അവർക്കത് ഭവിച്ചെങ്കിൽ അത് വരാതിരിക്കാൻ വേണ്ടി എന്ന് വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. നഷ്ടങ്ങളും കഷ്ടങ്ങളും സംഭവിച്ചിരിക്കാം, അതെല്ലാം മറക്കുവാനും പൊറുക്കുവാനുള്ള
ഞാൻ ഇതൊക്കെ പറയുന്ന മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഒന്ന് പറയാം, നമ്മളൊക്കെ കർത്താവിൻ്റെ വേല ചെയ്ത ആൾക്കാരാ. പോപിശാച എന്ന് എത്ര വട്ടം ആട്ടിട്ടുണ്ടെന്ന് അറിയാമോ? ഈ എണ്ണിയ ഒരു 200 വചനം 400 വചന പുസ്തകത്തിൽ എഴുതിയാലും നമ്മൾ അതുപോലെ ഇട്ട് ആട്ടിയ ആൾക്കാർ എവിടെ ഇരിക്കുന്നത്? മനസ്സിലായി കാണുമല്ലേ? കർത്താവിൻ്റെ വേലയുമായിട്ട് നമ്മൾ നടക്കുമ്പോൾ റോട്ടിൽ കൂടി പോകുമ്പോൾ യേശുവിനെ നാമത്തിൽ ചെറിയ ഇതൊക്കെ കാണുമ്പോൾ യേശുവിനെ പോപിശാച എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുപ്പി ആട്ടും. കർത്താവിൻ്റെ വരവിലെങ്ങാനും പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ 7 വർഷ പീഡനകാലം ദൈവം അവന് കൊടുത്തിരിക്കുക മുഴുവനും. ഞാൻ പറഞ്ഞത് ഭയപ്പെടുത്താനൊന്നും പറഞ്ഞതല്ല, ഞാൻ പുസ്തകത്തിലെ വചനം പറഞ്ഞതാ. ഹല്ലേലൂയ. കെണിയും കുടുക്കുമാകാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. എവിടെയെങ്കിലും മടങ്ങി വരാൻ അവസരമുണ്ടെങ്കിൽ മടങ്ങി വരാൻ വേണ്ടി പറഞ്ഞതാ. ഹല്ലേലൂയ. ഇത്രയും നമ്മൾ ആട്ടുമ്പോൾ അവൻ മൗനമായൊരു ശരിക്കുമായിരിക്കും നമ്മുടെ മേൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി നിമിത്തം. എന്നാൽ കർത്താവിന്റെ പ്രത്യക്ഷതയെങ്കിൽ അവനോടുകൂടെ പോകാൻ പറ്റിയില്ലെങ്കിൽ നാം വീഴാൻ പോകുന്നത് എതിർ ക്രിസ്തുവിന്റെ വാഴ്ചയിലേക്ക്. ആ സമയങ്ങളിൽ അത് കാര്യം മറന്നു പോകരുത്. കാരണം സമയം അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ എടുത്തോന്ന് എനിക്കറിയത്തില്ല. കൊറോണ ദൈവം അഴക്കുമ്പോൾ 2019 കൊറോണ അഴക്കുമ്പോൾ ദൈവത്തിന് 2 കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാനുണ്ടായിരുന്നു. 2 കാര്യങ്ങൾ ഞാൻ ഇവിടെ പഠിച്ചു, എനിക്ക് എടുത്തൊന്നും എനിക്കറിയത്തില്ല. എടുത്തെങ്കിൽ സ്തോത്രം. ഒന്ന് പറ, പഠിച്ച ഇവിടെ നമ്മുടെ എല്ലാം മുഴു ഡാറ്റകൾ, വിവരങ്ങൾ അല്ലെ, മുഴു ഡാറ്റകൾ എന്നല്ല പറയുന്നത്, വിവരങ്ങൾ, നമ്മുടെ ആധാർ കാർഡിലെ സകല വിവരങ്ങളും ഒരുവന്റെ ലാപ്ടോപ്പിൽ വന്ന് പെടണം. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആയിരിക്കുന്ന ഒരുവന്റെ കൈ മുമ്പിൽ ഒരു ലാപ്ടോപ്പിൽ 850 കോടി ജനത്തിന് ഡാറ്റകൾ വന്ന് വീഴണം. അത് നല്ല മനോഹരമായി ഈ കൊറോണ മറവിൽ ദൈവം ചെയ്ത് ഒപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. 2, ഒട്ടനവധി വിശ്വാസികളുടെ വിശ്വാസം പരിശോധിച്ചു. അനേകരും വിശ്വാസം ഇട്ടെറിഞ്ഞ് സെക്കുലർ വേൾഡിലേക്ക് കടന്നുപോയി. അനേകരും ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ജീവന്റെ തുടിപ്പ് പോലും ഇല്ലാതെ. ഞാൻ പറഞ്ഞില്ലേ, ഇസ്രാ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടിവെച്ച് ചെങ്കടൽ കടത്തി കൊണ്ടുവന്നു. 40 വർഷക്കാലം മരുഭൂമിയിട്ട് കറക്കി. അവർ പോകാൻ ആഗ്രഹിച്ചിട്ടും പോകാൻ പറ്റത്തില്ല. കാരണം ചെങ്കടൽ വീണ്ടും ഒന്നായി കഴിഞ്ഞു. ആ മരുഭൂമിയിൽ കറങ്ങി തീരുന്നത് പോലെയേ ഉള്ളൂ നമ്മൾ. ഹല്ലേലൂയ. നാം പ്രാപിച്ച ജീവൻ നിത്യത്തിലേക്ക് നയിക്കുന്ന ജീവൻ നമ്മൾ പ്രാപിച്ചത്. എന്തേ മൗനമായിരിക്കുന്നു? കെണിയും കൊടുക്കാൻ വേണ്ടിയല്ല പറഞ്ഞത്, കെണിയും കൊടുക്കും ആകാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ കൂട്ടായ്മകൾ, പലപ്പോഴും നമ്മുടെ ബന്ധങ്ങൾ അത് കെണിയും കുടുക്കുമായി മാറരുത് നമുക്ക് പലപ്പോഴും. ഹല്ലേലൂയ. എന്ന് പറയുന്നത് എൻ്റെ വാക്കുകൾ, നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ വാക്കുകളൊക്കെ ഞാൻ നിർത്തുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് ഒട്ടനവധി കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. ഇതെല്ലാം നാം വചനം കേൾക്കുമ്പോൾ മാനസാന്തരപ്പെട്ടി മടങ്ങി വരാൻ വേണ്ടിയാണ്. ഇത് പോർ വിളിക്കാനുള്ള സമയമല്ല, ഇത് പേർ വിളിക്കാനുള്ള സമയമാണ്. ഞാൻ പറഞ്ഞ വാക്ക് മനസ്സായോ? ഇത് തമ്മിൽ പോർ വിളിക്കുന്ന സമയമല്ല. കർത്താവിനെ പേർ വിളി അടക്കുമ്പോൾ ഞാനവിടെ കാണേണ്ട സമയമാണ്. പാട്ടാരൊക്കെ കയറിക്കോ, എല്ലാ പാട്ടും കയറിക്കോ. ഹല്ലേലൂയ. വളരെ നിസ്സാര സമയങ്ങളെ ബാക്കി നമ്മുടെ മുമ്പിലുള്ള സഹോദരങ്ങളെ. ഒന്ന് മനസ്സ് വെച്ചാൽ, ഒന്ന് സമർപ്പിച്ചാൽ നമുക്ക് ആ നിത്യയുടെ പർദീസയിൽ പിതാവിനോട് കൂടെ നിത്യമായി വാഴുവാൻ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ നിമിഷങ്ങളാണ്. അതൊക്കെ സന്തോഷമുണ്ട്. നമുക്ക് സംഭവിച്ച കെണിയും കുടുക്കും നമുക്ക് വരാതിരിക്കാൻ വേണ്ടി ദൈവം നമ്മെ ഇന്ന് ഒരു മുന്നറിയിപ്പ്, ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ ചെയ്യുന്നത്. കർത്തൃമേശ നമുക്ക് ദൈവം നമ്മുടെ മേൽ മേശയായിട്ടുണ്ട്. ആ മേശ ആത്മീയ ബലഹീനം സംഭവിച്ച് രോഗിയായി മുംബൈയുള്ള പ്രിമച്ചർ ഡെത്ത് സംഭവിച്ച് പോകാതിരിക്കാൻ വേണ്ടിയല്ല, അവന് വേണ്ടി ഫലം കായ്ക്കാൻ വേണ്ടിയാണ്. എത്ര നാളുകളായി, മാസങ്ങളായി നമുക്ക് ഒരു സ്നാനം നടന്നിട്ട് എത്ര നാളുകളാ നാം പ്രാപിച്ച പരിശുദ്ധാത്മാവിനല്ലേ, നാം പ്രാപിച്ചത് ആ വലിയ രക്ഷയല്ലേ. പലപ്പോഴും നമ്മുടെ നാവുകൾ മൗനമായി പോകുന്നു. കാരണം എവിടെയൊക്കെയോ നമ്മുടെ കാലുമേൽ കുടുക്കൽ വീണിട്ടുണ്ട്, എവിടെയോ കെണികളായി തീർന്നിട്ട് പല നമുക്ക്. ഇന്ന് പകൽക്കാലം നമുക്ക് ദിവസം എല്ലാവർക്കും ഇരിപ്പിടങ്ങൾ വിട്ടിട്ട്. ഹല്ലേലൂയ. നേരത്തെ വായിച്ചതുപോലെ അവരുടെ മേശവർക്ക് കെണിയും കുടുക്കും ഇടർച്ചയും പ്രതികാരമായി തീരട്ടെ. ഇന്ന് പകലിൽ നമ്മൾ കേട്ടതുപോലെ ഒരു മടങ്ങി വരുന്ന ദിവസമായി മാറട്ടെ. കാഹളം ധരിക്കാൻ സമയമായി. നിസ്സാര ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ തലകളെ ഉയർത്തുവീനെന്ന് കർത്താവിന്റെ ദാസന്മാർ സംഘത്തക്കാർ എഴുതി വെച്ചതുപോലെ ഈ പ്രഭാവത്തിൽ നമ്മുടെ തലകൾ ഉയർത്തി നോക്കാം. നാം എവിടെയാണ് നിൽക്കുന്നത്? ദൈവത്തിന് ഫലമുണ്ടോ? ഫലം കായ്ക്കുന്നവരാണോ? നാം പ്രാപിച്ച രക്ഷയെ ഇന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ആഴ്ച കേട്ടതുപോലെ ആ രക്ഷാവസ്തുത്തിൽ അഴുക്ക് പറ്റിയിട്ടുണ്ടോ? നീതി എന്നാങ്കി എവിടെയും മലിനമായിട്ടുണ്ടോ? ആ സ്തുതി എന്ന മേലാട് നമ്മളെ പുതപ്പിച്ചിട്ട് ഇന്ന് പിറുപിറുപ്പും
വാഗ്വാദങ്ങളും മാത്രമാണോ, അതോ ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി നാവുകൾ ഉയർത്തുന്നുവോ? എത്രയോ ഭക്തന്മാർ കാരാഗൃഹത്തിലും പാടി സ്തുതിയ തലമുറയാ നമ്മുടെ തലമുറ. ദൈവം നമ്മെ സ്തുതി എന്ന മേലാണ് അണിയിച്ചത്. ഏത് സാഹചര്യത്തിലും കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടിയാ. നമ്മുടെ പ്രത്യാശ നഷ്ടമാകുമ്പോൾ, നമ്മുടെ വിശ്വാസം മാറിപ്പോകുമ്പോൾ, നമ്മുടെ കൂടിവരവ് നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ പരിജ്ഞാന പൂർത്തിക്ക് വേണ്ടി അല്ലാതെ മാറ്റപ്പെട്ടു പോകുമ്പോൾ പലപ്പോഴും കെണിയും കുടുക്കുമായി മാറുന്ന പല അനുഭവങ്ങൾ നമുക്കായി തീർന്നേക്കാം. ഇന്ന് നമ്മുടെ ഹൃദയങ്ങൾ പരിശോധിച്ചേ. ഒന്ന് നമ്മുടെ ഹൃദയങ്ങൾ പാട്ടുകൾ പാടുന്നതിന് മുമ്പായിട്ട് അല്പസമയം നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് പരിശോധിച്ചേ. ഒരുപക്ഷെ ഇവർ പാട്ട് പാടുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിക്കാം. എവിടെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ മാറാനുണ്ടോ? അനേകം കർത്തൃമേശ എടുക്കുന്ന പോലുമില്ല. ഇതെല്ലാത്തിൻ്റെയും അവസാനം സംഭവിച്ചുകൊണ്ടിരിക്കുക. എല്ലാ കണ്ണുകളും അടച്ചിട്ട് ഹൃദയങ്ങൾ പരിശോധിച്ച് നോക്ക്. രക്ഷക്കായി ഞാൻ എവിടെയാ? രാജ്യത്തിൽ അന്നു ഞാൻ പാടും, രാജൻ മുഖം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും. വൃത്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടും, രാജൻ മുഖം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും. വൃത്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. മനോഹരമാം സീയോനിൽ ഞാൻ വേഗം ചേർന്നിടും. എൻ ക്ലേശമാകെ നീങ്ങിപ്പോ അവിടെ എത്തുന്നു. മനോഹരമാം സീയോനിൽ ഞാൻ വേഗം ചേർന്നിടും. എൻ ക്ലേശമാകെ നീങ്ങിപ്പോ അവിടെ സന്തോഷം പ്രാപിക്കുമെന്നു ഞാൻ ശത്രുവിനത് എടുപ്പ
രാജൻ മുമ്പാകെ ആകെമാം സന്തോഷം പ്രാപിക്കുന്നു വന്നു ഞാൻ എൻ ശത്രുവിനത് എതിർപ്പാൻ പാടില്ല ആനന്ദം കൂടിലും സാനന്ദം പായും യേശു രാജൻ മുമ്പാകെ കുഞ്ഞാട്ടിന്റെ ദൂരേറ്റത്താൻ ഞാൻ ശുദ്ധരായിത്തീർന്നു തൻ ചങ്കിലെ ശുദ്ധരേറ്റത്താൻ ഞാൻ ജയം പാടിയിടും കുഞ്ഞാട്ടിന്റെ ദൂരേറ്റത്താൻ ഞാൻ ശുദ്ധരായിത്തീർന്നു തൻ ചങ്കിലെ ശുദ്ധരേറ്റത്താൻ ഞാൻ ജയം പാടിയിടും മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും ശേഷിൽ നിന്നെ നീ വീണ്ടെടുത്തത് സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. എല്ലാ കണ്ണുമടച്ചാട്ടെ, എല്ലാ കണ്ണുമടച്ചാട്ടെ. ആദ്യ കുടുംബം പാപം ചെയ്ത് ഏദൻ പർദീസ് നഷ്ടമാക്കി 4 ദിവസം അല്ലെങ്കിൽ 4000 വർഷം കഴിഞ്ഞ് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ പുത്രന്റെ ജീവന്റെ വില കൊടുത്ത് പാപത്തുനിന്ന് മാനവരാശിയെ രക്ഷിച്ച് ആ നിത്യമായ പർദീസിലെത്താൻ വേണ്ടി ദൈവം ഒരുക്കുന്ന വലിയ പദ്ധതിക്കായി സ്തോത്രം. അവന്റെ രാജ്യവും മഹത്വവും പ്രാപിക്കുവാൻ വിളിച്ചിരിക്കുന്നു. ആ സ്വർഗീയ സിയോണിൽ അവനോടുകൂടെ വാഴുവാൻ വിളിച്ചിരിക്കുന്നു. ഇന്ന് കേട്ട വചനങ്ങളെല്ലാം ഈ ലോകത്തെ നന്മക്ക് വേണ്ടിയോ ചെറിയ ഏറിയ 70-80 വർഷത്തിൽ ജീവിക്കുന്ന പേരോ പ്രശസ്തിക്കോ മാനത്തിനോ ഒന്നുമല്ല. അതിനപ്പുറം യുഗായുഗം ജീവിക്കാൻ പോകുന്ന നിത്യതയിലെ ആ മനോഹര ജീവിതം ഓർത്തുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളുടെ ചെറിയ ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങളുടെ മേശകൾ പലപ്പോഴും ഇടർച്ചയ്ക്ക് കാരണമായി തീരുന്നു. അത് കെണിയും കുടുക്കുമായി മാറുന്നു. അപ്പാ, ഞങ്ങളിന്ന് പകൽക്കാലം ഏറ്റു പറയുകയാണ്, അത് ഞങ്ങൾ കെണിയും കുടുക്കുമാകാതെ ആ മേശ ഞങ്ങൾക്ക് നിത്യത്തിലേക്ക് വളരാനുള്ള ഒരു ഐക്യത്തിനെയും സ്നേഹത്തിനെയും ഒരു ജീവിതമായി മാറുവാൻ ഇന്ന് പകൽ അങ്ങ് സഹായിക്കുന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു. ഒരു മനുഷ്യന്റെ ആയുസ് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. മരിച്ചാലും ജീവിച്ചാലും ഒരു ദിവസം മരണവും ന്യായവിധിയും ഏത് മനുഷ്യന് മുമ്പിലാക്കി വെച്ചിട്ടുണ്ട്. അത് കടന്നു പോകുവാൻ മനുഷ്യനായി പിറന്ന ആർക്ക് കഴിയത്തില്ല. നമ്മുടെ നിത്യത എവിടെ കഴിക്കുമെന്നുള്ള ചോദ്യം ഇന്ന് നാം എടുക്കുന്ന ചില തീരുമാനങ്ങളും നാം കൊടുക്കുന്ന ചില വിലയുമാണെന്ന് അറിയുന്ന കർത്താവേ, ഈ നിസ്സാര ദിവസങ്ങൾക്ക് വേണ്ടി, ചില നാളുകൾക്ക് വേണ്ടി മാത്രം ഭൂമിയിലെ ചില ലൗകിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ ഞങ്ങൾ ഈ കഴിക്കുന്ന മേശ, ഭക്ഷിക്കുന്ന മേശ, അത് ഞങ്ങളുടെ ജീവങ്കിൽ നിന്ന് ജീവങ്കിലേക്ക് വളരുവാൻ, ഞങ്ങളെല്ലാം ഇവിടെ മാത്രമല്ല നിത്യതയിലും ഒരുമിച്ചായിരിക്കുമെന്നുള്ള പ്രത്യാശയെ വളരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മളെ കണ്ണടക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗത്തിൽ നല്ല പിതാവേ, അവിടുത്തെ പുത്ര യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് സഭയായി ഒരപ്പൻ്റെ മക്കളെന്ന പോലെ അവൻ്റെ പുത്രൻ്റെ രക്തത്തിൽ പിറന്ന മക്കളായി ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ മുന്നിലേക്ക് കടന്നു വരികയാണ്. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പുത്രൻ്റെ ജീവനെ കൊടുത്ത് ആ രക്ഷാവസ്ത്രയും നീതി എന്ന അങ്കിയും കർത്താവ് സ്തുതി എന്ന മേലാടെ ഞങ്ങൾ അണിച്ച് ഈ ഭൂമിയിലാക്കുമ്പോൾ വഴിയാത്രയിൽ എവിടേക്ക് പലപ്പോഴും ആ രക്ഷാവസ്ത്രത്തിൽ ഞങ്ങൾക്ക് പലപ്പോഴും കളങ്കം പറ്റാറുണ്ട് കർത്താവേ. ഇന്ന് പകലും ഞങ്ങളെല്ലാം ഏറ്റുപറഞ്ഞുപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം കെണിയും കുടുക്കുമായി, ഞങ്ങളുടെ മേശ കെണിയും കുടുക്കുമായി തീരാതിരിപ്പാൻ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ശ്രദ്ധയോടെ ഭക്ഷിക്കുവാൻ, ഞങ്ങളുടെ കൂട്ടായ്മകൾ ശ്രദ്ധയോടെ ചേർക്കുവാൻ,
ഒരുവൻ തമ്മിൽ തമ്മിൽ ശ്രേഷ്ഠന്മാരായി എണ്ണി നിത്യത്തിലേക്ക് ഒരുമിച്ച് വളരുവാൻ തമ്മിൽ താങ്ങി ഒരുവന്റെ കരം പിടിച്ച് മറ്റൊരു ഉയർത്തി പ്രബോധന വാക്കുകളാൽ ഉയർത്തി ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കടന്നു പോകുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കൂട്ടം തെറ്റി നടക്കാനല്ല കർത്താവേ, ഒരുമിച്ച് കരങ്ങൾ പിടിച്ചുകൊണ്ട് നിത്യത്തിലേക്ക് ആഞ്ഞുകൊണ്ട് ഓടുവാൻ ആ സ്വർഗീയ പർദീസയിലേക്ക് ഞങ്ങളെ കാത്തിരിക്കുന്ന സ്വർഗീയ പിതാവിന്റെ മുമ്പിലേക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് ഓടുവാൻ ഞങ്ങളുടെ സ്നേഹക്കൂട്ടായ്മയും ഞങ്ങളുടെ മേശയും അത് ഏറ്റവും അനുഗ്രഹമായി തീരുന്നത് പ്രാർത്ഥിക്കുകയാണ്. എവിടെയെങ്കിലും ആരെങ്കിലും മാനസാന്തരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി അഴിച്ച് ഇന്ന് പകലിൽ അത് നിറച്ചെടുത്തിട്ട് കർത്താവേ നിനക്ക് പ്രയോജനമായ ഒരു പാത്രമാക്കി മാറ്റുവാൻ, ഈ തലമുറയിൽ ഉപയോഗിക്കാത്ത ഒരു കണ്ണും കണ്ടിട്ട് ചെവി കേൾക്കാത്തവണ്ണമുള്ള ഒരു അത്ഭുത പ്രവൃത്തികൾ ചെയ്യിച്ചെടുക്കുവാൻ അങ്ങ് അവരെ ഉപയോഗിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നത് കർത്താവ്. യേശുവിന്റെ നാമത്തിൽ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് പടിവാക്കിലയക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ ആഗ്രഹവും ഞങ്ങളുടെ സ്വപ്നവും ഞങ്ങളുടെ എല്ലാം കർത്താവെ ആ മനോഹരത്തെ കാണാൻ വേണ്ടിയാ. ആ സംഗീതകാരൻ പാടിയതുപോലെ ഞങ്ങൾ യഹോവയുടെ ഒരു കാലം അപേക്ഷിച്ചു, അത് തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, യഹോവയുടെ ആലയത്തിലെ മനോഹരത്വം കാണുവാൻ. അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവനായിരിക്കുന്ന പോലെ ഞങ്ങളുമായി തീരേണ്ടതിന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും കെണിയും കുടുക്കുമാകാതിരിപ്പാൻ, ഞങ്ങളുടെ കാലിൽ വാരും വലവീശാതിരിപ്പാൻ, ഞങ്ങളുടെ ബന്ധങ്ങളെ സൂക്ഷിച്ച് കർത്താവെ കൂട്ടായ്മ കൊള്ളുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വന്നവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ ഈ കാണുന്ന മുഖങ്ങളെല്ലാം ആ നിത്യത്തിലെ പർദീസയിൽ ആ നുഷസിന്റെ പൊൻപുലരിയിൽ ആ യഹോവയുടെ ആലയത്തിൽ അപ്പന്റെ പ്രതിഭവനത്തിൽ കാണുവാൻ ഈ കാണുന്ന മുഖങ്ങളെല്ലാം ഉണ്ടാകുവാൻ തക്കവണ്ണം സ്വർഗ്ഗമിടിയാക്കണമേ എന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നപ്പ ഞങ്ങളുടെ കുറവുകളെല്ലാം ക്ഷമിച്ച് ഞങ്ങളുടെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് ഇന്ന് പകൽ ഞങ്ങൾ അഴക്കുന്ന കൃപക്കായി അങ്ങേക്ക് നന്ദി പറയുകയാണ്. ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ ആയുസ്സും ഞങ്ങളുടെ സമ്പത്തും ഞങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഇൻഫ്ലുവൻസ് എല്ലാം ഇനി കർത്താവിന് വേണ്ടി ഉപയോഗിക്കുവാൻ, അവൻ്റെ വരവിന് വേണ്ടി ഉപയോഗിക്കുവാൻ, ആയിരങ്ങളെ കുറിച്ച് ഉറപ്പിക്കുവാൻ, അവരുടെ ഹൃദയം ലോകത്തിന് പറിച്ചെടുത്തിട്ട് ആ സ്വർഗ്ഗത്തിലേക്ക് മാറ്റുവാൻ ഈ ദിവസങ്ങൾ ചില ദിവസങ്ങൾ ഞങ്ങൾക്കെല്ലാം ഉതകട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ അങ്ങയുടെ കരങ്ങളിൽ കേൾപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ആവശ്യങ്ങളും എന്തെങ്കിലും ആവശ്യങ്ങളുമായി ഇന്ന് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കർത്താവെ അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുവാൻ കഴിവുള്ള കർത്താവിൻ്റെ കരങ്ങളിൽ കേൾപ്പിച്ച് അനുഗ്രഹിച്ച് അതുമേൽ ദൈവത്തിൻ്റെ കർത്താവെ ആ പ്രവൃത്തി കാണുവാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യാൻ പോകുന്ന കൃപക്കായി സ്തോത്രം ചെയ്തു യേശുവിൻ്റെ വലിയ നാമത്തിൽ ആമേൻ ആമേൻ. നമുക്ക് ആശുപത്രികൾ വഴങ്ങാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രായ ദൈവത്തിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസ്വരം കൂട്ടായ്മയും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ഭക്തന്മാരും ലോകത്തുള്ള സകല വിശുദ്ധന്മാരും കൂടെയും യേശുവിൻ്റെ മേഘപ്രത്യക്ഷത വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ. ചെയ്ത കർത്താവിനെ വിശുദ്ധ കരങ്ങളിൽ ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. കർത്താവേ വരണമേ മാറാനാഥ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ.